എന്താണ് നമ്മുടെ മുമ്പിൽ അൺട്രാവൽ ചെയ്യുന്ന ലോകം എന്താണ്, അതെങ്ങനെ ദൈവത്തിന് ശത്രുത്വമായിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് നഗരങ്ങളുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് ചാൾസ് ഡിക്കൻസ് എഴുതിയ നോവൽ നിങ്ങളൊരു പക്ഷേ ചെറുപ്പത്തിലൊക്കെ പിള്ളേരിലൊക്കെ അത് വായിക്കുന്നതായിരിക്കും. എ ടെയിൽ ഓഫ് ടു സിറ്റീസ്. അത് പക്ഷേ ഫ്രഞ്ച് വിപ്ലവത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ കഥയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിൾ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ആണ്. ഒന്ന് മനുഷ്യനിർമ്മിതമായ ബാബിലോണും മറ്റൊന്ന് ദൈവത്തിന്റെ സൃഷ്ടിയായ യെരുശലേം. സ്വർഗത്തിൽ ഇറങ്ങിയ പുതിയ യെരുശലേം, മനുഷ്യനുണ്ടാക്കി വെക്കുന്ന ബാബിലോൺ. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ബാബിലോൺ എന്ന് പറയുന്നത് നമ്മളതിന് സൂചന നെബൂഖദ്നേസർ തരുന്നുണ്ട്. ഞാൻ എന്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതെന്ന് നെബൂഖദ്നേസർ പറയുന്നത് അത് തന്നെയാണ് ബാബിലോണിന്റെ ഡെഫിനിഷൻ. ഇറ്റ് റെപ്രസെന്റ്സ് മാൻസ് എഫേർട്സ്, സയൻസ്, കൾച്ചർ. ദൈവത്തിന് വിരോധമായ മ്ലേച്ഛതകളെല്ലാം ഒന്നിച്ചു ചേരുന്ന അന്ത്യകാലം. നമുക്കറിയാം ബാബിലോൺ എന്ന് പറയുന്ന ബാബിലോണിന്റെ ഗ്രേറ്റിനെ വെളിപ്പെടുത്തുന്ന ഒരു അന്ത്യകാലത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യന്റെ പ്രവൃത്തിയാണ്, മനുഷ്യന്റെ സംസ്കാരമാണ്, കൾച്ചറാണ്. ഇത് ദൈവത്തിന് വിരോധമായ മ്ലേച്ഛതകളുടെ ഒരു സമാഹാരമായിട്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെ ഗ്രൂപ്പിനൊക്കെ കരുതി അത് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് ശരിയായിരിക്കാമെങ്കിലും ശരിക്കും ദ ഗ്രേറ്റ് ബാബിലോൺ എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്. നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയോ ആ കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വ്യവഹാരങ്ങളിലെല്ലാം നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ ഈ ബാബിലോണിന്റെ ഇമ്പാക്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യം എപ്പോഴും അടിസ്ഥാനമായിരിക്കുന്നത് ക്രിസ്തുവിന്റെ പ്രമാണങ്ങളിന്മേലാണ്, ദൈവത്തിന്റെ നീതിയുടെ മേലാണ്. അപ്പൊ ദൈവത്തിന്റെ നീതിയുടെ വ്യവസ്ഥ വെച്ച് നോക്കിയാൽ ആ ലോകക്രമം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വേൾഡ് വ്യൂ, ഇഫ് യു ആർ എക്സാമിനിങ് ദ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഈസ് യുവർ നെയ്ബർ. നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരനാണ് അല്ലെ സഹോദരിയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അവരാണ്. പക്ഷെ ബാബിലോണിന്റെ കൾച്ചർ അനുസരിച്ച് ആ സഹോദരനെ കൊണ്ടോ സഹോദരിയെ കൊണ്ടോ എനിക്ക് ഉപകാരം ഉണ്ടാകും എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ആ സഹോദരനേക്കാൾ വലുത് അയാളിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും. ദാറ്റ് മീൻസ് യു യൂസ് യുവർ ബ്രദർ ടു ഗെറ്റ് മണി. എന്നാൽ വേദത്തിൽ അങ്ങനെയല്ല, യൂസ് മണി ടു ഗെറ്റ് എ ബ്രദർ. തിരിച്ചാണ്. അപ്പോ ആ ബാബിലോണിന്റെ കൾച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ദൈവം എന്ത് പറഞ്ഞതിന് നേരെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൾച്ചറാണ് ശരിക്കും ബാബിലോൺ പ്രസന്റ് ചെയ്യുന്നത്. നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, കാമുകിയായിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തവളാകും. ഇത്രയൊക്കെ കാര്യം മാറ്റി കേട്ടിട്ടുണ്ടോ? അപ്പോ ഞാൻ വിചാരിച്ചു കാമുകിയായിരിക്കുന്നു. അപ്പൊ കാമുകനോ നീ പലപ്പോഴും അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ കാമുകൻ അങ്ങനെ തന്നെയല്ലേ? ശരിക്കും വാക്യത്തിന്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥം വൺ ഹു സീക്സ് പ്ലഷർ, രസം അന്വേഷിക്കുന്നവരാണ്. അതായത് ആരാണോ ജീവിതത്തിന്റെ രസം അന്വേഷിക്കുന്നത്, ആ രസം അന്വേഷിക്കുന്നവൻ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തതാണെന്നാണ്. അപ്പൊ ജീവിതത്തിലെ രസങ്ങളുടെ പുറകെയുള്ള ഒരു ഓട്ടം, ഈ രസിക്കാൻ വേണ്ടിയുള്ള ഓട്ടം ഓടുന്നവരെല്ലാം അവർ ശരിക്കും സ്പിരിച്വലി ഡെഡ് ആണെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം അവർക്ക് ഈ ആനന്ദത്തിന്റെ ജീവിതത്തിന്റെ ആനന്ദത്തിലേക്കോ ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കിടക്കാൻ പറ്റാതെ അവർ ജീവിതത്തിന്റെ രസങ്ങളുടെ തടവിലാക്കപ്പെടുന്നതാണ്. നമ്മൾ വസ്ത്രധാരണമായാലും ആഹാരമായാലും ഇതൊക്കെ നമുക്ക് ആവശ്യം നമുക്കറിയാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് കഴിക്കും, എന്ത് കുടിക്കുമെന്ന് ജീവനായിക്കൊണ്ടുള്ളൂ, എന്ത് കൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് നിങ്ങൾ വിചാരപ്പെടും. ഇതൊക്കെ ദൈവത്തിന് അറിയാം, ദൈവം തന്നോളൂ. ഇറ്റ്സ് ഗോഡ്സ് പ്ലാൻ ഫോർ us to have food, for us to have rest. It's God's plan for us to have decent, proper clothing. പക്ഷെ ഇതൊരു രസമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ കാര്യങ്ങളെ നമുക്ക് രസത്തിനായിട്ട് ഉപയോഗിക്കാം, as a means of enjoyment. മലയാളികൾ പ്രത്യേകിച്ച് അതിനകത്ത് വളരെ മിടുക്കന്മാരായ ആൾക്കാരാണ്. നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് നമുക്ക് വിശപ്പടക്കാൻ മാത്രമല്ല, അവിടെ രസിക്കാനും കൂടെ വേണ്ടിയാണ്. അതായത് ഓരോ റെസ്റ്റോറന്റ് പോലെ അടുത്ത റെസ്റ്റോറന്റ് അപ്പുറത്തെ റെസ്റ്റോറന്റ്, അതൊരു രസത്തിന്റെ ഒരു. ഇനി അത് മാത്രമല്ല, ഫുഡ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കകത്തോട്ട് പോകുന്നു, വെള്ളോട്ട് പോകുന്നു, മനുഷ്യൻ അശുദ്ധനാക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും റെസ്റ്റോറന്റ് കഴിച്ചാൽ പോട്ടെ. പക്ഷെ നമ്മുടെ എല്ലാ ജീവിത രീതികളിലും ഈ രസം വല്ലാതെ ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ട്. രസം ഉദ്ദേശിക്കുന്നത് ചോറിലൊഴിക്കുന്ന രസമല്ല, പ്ലഷർ ഫാക്ടർ. ഇപ്പൊ ഞാൻ ഒരാളോട് സംസാരിക്കുന്നു, അപ്പൊ എനിക്ക് പ്ലഷർ ഫാക്ടർ കുറവാണെങ്കിൽ ഞാൻ എത്ര പെട്ടെന്ന് ആ സംസാരം ക്ലോസ് ചെയ്യും. എനിക്ക് ആ സംസാരത്തിലാണ് ഐ എം നോട്ട് ഗെറ്റിംഗ് പ്ലഷർ, ഐ ക്ലോസ് ഇറ്റ്. അത്രയും പെട്ടെന്ന് അവളോട് സംസാരിച്ച് മടുത്തു,
എത്ര നേരമായി കരക്കകത്ത് വട്ടു പിടിക്കുന്നത് തോന്നുന്നു, കട്ട് ചെയ്തു. ദാറ്റ്സ് എ ബ്രദർ യു ആർ ഡിനൈങ്. നമുക്ക് രസമാണ് ഉണ്ടാകുന്നുണ്ട്, ആ ബ്രദറിനെ രസിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സഹോദരനോട് സംസാരിക്കുമ്പോൾ എനിക്ക് രസമില്ല. കൂട്ടുകാരെങ്ങനെ ഉണ്ടാകുന്നത്? ആരോട് സംസാരിക്കുമ്പോഴാണ് രസം. പ്രസംഗം എങ്ങനെ നിങ്ങൾ കേൾക്കുന്നത്? ഏത് പ്രസംഗം കേൾക്കുമ്പോഴാണ് രസം. എനിക്കറിയാം, ഒരു പ്രസംഗൻ ഗതിയിട്ട് പോവുകയാണ്, 20 മിനിറ്റിനോട് ഒരു ജോക്ക് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഉറങ്ങും. 20 മിനിറ്റ് ആണ് ഒരാളുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. 21-ാം മിനിറ്റിൽ നമ്മളിങ്ങനെ ആടുന്ന ആൾക്കാരെ കാണാം. കാരണം അത്രേ പറ്റുള്ളൂ, ഗൗരവമായ കാര്യങ്ങൾ അത്രേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവര് ഇടയ്ക്ക് ഒരു ജോക്ക് അടിക്കണം. അത് എന്തിനാ ജോക്ക് അടിക്കുന്നത്? അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടെക്നിക്ക് പ്രയോഗിക്കണം. ഞാൻ എങ്ങനെ പ്രയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അങ്ങനെ വരുന്നുണ്ടോ? പക്ഷെ നമ്മൾ അങ്ങനെ പ്രസംഗകരെ തിരഞ്ഞെടുക്കുന്ന പോലും ഡസ് ഇറ്റ് എന്റർടൈൻ us എന്നതാണ്. ഇപ്പൊ എന്റർടൈൻമെന്റ് ആണ് ഈ ആധുനിക കാലത്തിന്റെ ഏറ്റവും വലിയ വാക്ക്. ഈ രസമാണ് പാപത്തിലേക്ക് നയിക്കുന്നത്. ഈ പ്ലഷർ സീക്കിംഗ് മെന്റാലിറ്റിയാണ് ദൈവത്തിന് മ്ലേച്ഛമായ പാപങ്ങളിലേക്ക് നയിക്കുന്നത്. നിങ്ങൾ ഏത് പാപത്തിന്റെയും റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ, അവിടെ ഈ പ്ലഷർ സീക്കിംഗ് എന്നൊരു ഫാക്ടർ ഉണ്ട്. നമ്മൾ രസമുള്ളത് കൊണ്ടാണ് പാപം ചെയ്യുന്നത്. പാപം ചെയ്യുന്നത് ഭയങ്കര പാടായിരുന്നെങ്കിൽ ആരും പാപം ചെയ്യില്ലല്ലോ. In every sin there is a pleasure quotient involved. That's why everyone is sinning. ഉദാഹരണത്തിന് ഗോസിപ്പ് പറയുന്ന കാര്യം ആലോചിച്ചേ. ഞാനായിട്ട് ഗോസിപ്പ് പറയുന്നില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കഥ വേറൊരാളെന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് നല്ല രസമാണ്. പറഞ്ഞു ഇനി പറഞ്ഞു എന്ന് പറയും, നമുക്കത് കേൾക്കാൻ ഭയങ്കര രസമാണ്. കാരണം there is a pleasure factor that encourages sin. അതേ സമയത്ത് ഇങ്ങനൊരു പ്രശ്നം കേൾക്കാം. നിങ്ങൾ ആരുടെയെങ്കിലും കുറ്റം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ദേഹമാകെ ഇച്ചിങ് ആകുന്ന ഒരു അലർജിക് റിയാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും വിചാരിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും കുറ്റം കേൾക്കാൻ പോവോ? ഒരിടത്തും പോകില്ല. അവിടെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുമ്പോൾ സോറി പറഞ്ഞാൽ എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ട്, കുറ്റം കേട്ട് കഴിഞ്ഞാൽ ദേഹമാകെ ചൊങ്ങിയടിക്കും, അതുകൊണ്ട് എന്നെ ദയവായിട്ട് ഉപദ്രവിക്കരുത് എന്നേ പറയുള്ളൂ. നിങ്ങൾ പറയാണ് ഒരു പാപം ചെയ്യണമെങ്കിൽ നിങ്ങൾ എവറസ്റ്റ് വരെ ഓടി അതിന് മൂടി, അല്ലെ എവറസ്റ്റ് വരെ ഇവിടെ അത്രയും പറയണ്ടല്ലോ. ഇവിടെ ഒരു 10 കിലോമീറ്റർ ഓടിയിട്ട് വന്നാൽ ഒരു പാപം ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലും ഓടി പാപം ചെയ്യാൻ പോവോ? ഇല്ല. നമുക്കിത് വളരെ ഈസി ആയിട്ട് വരുന്നത് കൊണ്ടും അത് നമ്മളെ രസിപ്പിക്കുന്നതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. സോ വി ആർ സ്ട്രൈക്കിംഗ് അറ്റ് ദ റൂട്ട് ഓഫ് സിൻ മീൻസ് വി ഹാവ് ടു സ്ട്രൈക്ക് അറ്റ് ദ റൂട്ട് ഓഫ് പ്ലഷർ. ആ പ്ലഷറിൽ ജീവിക്കുന്നവരെ കുറിച്ചാണ് മരിച്ചവരെന്ന് പറയുന്നത്. അഡിക്ട്സ്, സിൻ അഡിക്ട്സ്, ഒരു പാപത്തിന് അടിമകളാണെന്നുള്ളതാണ്. അപ്പൊ എവിടെയും എന്റർടൈൻമെന്റിന്റെ ഒരു മഹാജാലം ലോകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാബിലോണിന്റെ ഒരു പ്രത്യേകതയാണത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പപ്പറ്റ് പോലെ ആക്കുന്നത് എന്നുള്ള കാര്യം, എങ്ങനെയാണ് ഈ അന്തിമ ലോകത്തിൽ മനുഷ്യൻ എല്ലാ ഫാക്കൽറ്റീസും നശിച്ച് ഒരു പാവയെ പോലെ ആകുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓടിക്കളിക്കല കൊച്ചുരാമ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മങ്കികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെ ഈ ബാബിലോൺ നമ്മളെ അടിമകളാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം. പണ്ട് കാലത്ത് നമുക്ക് എത്ര കിലോമീറ്റർ നടക്കുമ്പോഴും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇടുക്കിക്കാരനാണ്. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഒരു മലകൾ, ഉയരം, താഴ്വരകളൊക്കെ നല്ലൊരു സ്ഥലമാണ്. അവിടെ ചെറുപ്പകാലത്ത് ഒത്തിരി നടന്നായാലും ഈ തടിയും വെച്ചോണ്ടായാലും എനിക്ക് ദുബായിയുടെ 2, 3, 5, 8 കിലോമീറ്റർ നടക്കാൻ എനിക്ക് പ്രയാസമില്ല. ഇത്തിരി സ്പീഡിൽ നടക്കാനും പ്രയാസമില്ല. കാരണം ചെറുപ്പത്തിലെ ഈ ഓക്സിജൻ പിടിച്ച് നടന്ന് ശീലമുള്ളതുകൊണ്ടാണത്. പക്ഷെ ഇന്ന് നമ്മുടെ പിള്ളേരൊന്നും ആലോചിക്കുക, ഒരു 100 മീറ്റർ അപ്പുറത്ത് അവർ കാർ പാർക്ക് ചെയ്താൽ അവർക്ക് 100 മീറ്റർ അടുത്തൊന്നും കിട്ടിയില്ല ബ്രദർ എന്ന് പറയുന്നത്. കാരണം 100 മീറ്റർ ഈസ് എ ബിഗ് ഡിസ്റ്റൻസ് ഓഫ്. അത് നമ്മളും അങ്ങനെ ആയിട്ടുണ്ട്. കാരണം നമുക്കും ഈ കാർ പാർക്ക് ചെയ്തിട്ട് ഡോറിൽ നിന്ന് തന്നെ അതിന്റെ ഗേറ്റോട്ട് ഇറങ്ങാൻ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ. സോ വാക്കിംഗ് എന്ന് പറയുന്നത് പോലും നമ്മുടെ കഴിവിനാണ്. ഒരു 5 കിലോമീറ്റർ നടന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനന്ന് ഹീറോയാണ്. അവൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുത്തേ പറ്റുമെന്ന്. കാരണം ദാറ്റ്സ് എ ബിഗ് വർക്ക് ടുഡേ. അന്ന് അങ്ങനെ അല്ലായിരുന്നു. അപ്പൊ നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി ഉണ്ടായ ലിമിറ്റേഷൻ, ഈ ജിമ്മിലെ കസരത്തല്ല നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഫിസിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യത്തിന് ഒന്ന് ഓടേണ്ടി വന്ന ഓടാൻ, അതിനൊക്കെയുള്ള ഒരു എഫേർട്ട്. ആ ഒരു മനുഷ്യനെ ദൈവം വെച്ചിരിക്കുന്ന ആ നാച്ചുറൽ ഫാക്കൽറ്റിക്ക് സംഭവിച്ചിരിക്കുന്ന അപകടമാണ് ഞാൻ പറഞ്ഞത്. മിക്ക ആൾക്കാരും എൻജോയ് സിറ്റിംഗ് ബാക്ക് ആൻഡ് ദേ ഡോണ്ട് ഡു എനിത്തിങ്. ഈ പിന്നെ സഹോദരിമാരുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവർ അരി അരയ്ക്കാനും തുണി അരക്കാനൊക്കെ ഒത്തിരി പാടുപെട്ടായിരുന്നു. അതിനൊക്കെ മെഷീൻസ് വന്നതിന് എനിക്ക് സന്തോഷമുള്ളൂ. അല്ലെ പിന്നെ നമ്മളെല്ലാം ചെയ്യുന്നത് അത് വന്നുകൊണ്ട് അത് വന്നതിന് നമുക്ക് സന്തോഷമില്ല. കാരണം അവര് എനിക്ക് തോന്നുന്നുണ്ട് ഈ സഹോദരിമാർ അനീതിപരമായി അനീതിയായി ഒത്തിരി കൂടുതൽ സഫറിങ് ഇടയാക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ഏതായാലും ഈ ശാസ്ത്രം അതിന് കുറെയൊക്കെ പരിഹാരം വരുത്തിയിട്ടുണ്ട്. അല്ലെ നമ്മൾ എല്ലാം ചുറ്റിപ്പോയി. അപ്പൊ അതിന് പരിഹാരം വന്നതിന് നമുക്ക് ദൈവത്തിന് സ്വന്തം പറയാമെങ്കിലും ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ഫാക്കൽറ്റീസിനെ നശിപ്പിക്കുകയും ചിന്താശക്തി ഇല്ലാതാക്കി ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ കഥ എഴുതാൻ പറ്റിയ ആൾക്കാർ നമ്മളുടെ ഇല്ല. പെന്തക്കോസ്തുകാരല്ല, ലോകത്തിലൊരിടത്തും ഇല്ല. കാരണം അങ്ങനെ ഭാവനയില്ല. ഈ ഭാവന ഇല്ലാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വിഷ്വൽ മീഡിയ. ഈ വിഷ്വൽ മീഡിയയിൽ നമ്മൾ കാണുമ്പോൾ അവിടെ ഭാവനയ്ക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല.
ഇപ്പൊ ചേസ് ബ്രദർ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണം സങ്കല്പിക്കാം ഏത് ഹോളിലാണ്, ഏത് ഷർട്ടാണ്, എന്റെ എന്ന് പറയാൻ പറ്റില്ല, വേറെ ഭാഷമാണ് വെള്ളയാണെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് സങ്കല്പിക്കാം, ഇഷ്ടമുള്ള കളർ സങ്കല്പിക്കാം, എന്താ മുറിക്കൈയും ഷർട്ടാണോ ഫുൾ സ്ലീവ് ആണോ സങ്കല്പിക്കാം. ഇതെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യമാണ്, എന്താ പറയുന്നതെന്ന് സങ്കല്പിക്കാം. പക്ഷെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും സങ്കല്പിക്കേണ്ട കാര്യമില്ല, എവിടെയാണെന്നും ഷർട്ട് എന്താണെന്നൊക്കെ അവര് സങ്കല്പിച്ചോളൂ, നിങ്ങൾ ചുമ്മാ കണ്ടാൽ മതി. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഈ സങ്കല്പിക്കാനുള്ള കഴിവ്, ഇമാജിൻ ചെയ്യാനുള്ള കഴിവ്, സത്യത്തോട് പ്രതികരിക്കാനുള്ള കഴിവ്, നടക്കാനുള്ള കഴിവ്, ലാംഗ്വേജ് എബിലിറ്റീസ്. ഇന്ന് എല്ലാവരും ഇംഗ്ലീഷ് പറയുന്നുണ്ട്, നല്ല ഇംഗ്ലീഷ് അല്ല പറയുന്നത്, ഗ്രാമാറ്റിക്കലി പൊട്ടത്തര പറയുന്നത്, വാക്കുകളെല്ലാം എന്താ പറയുന്നത് കറക്റ്റ് വൊക്കാബുലറി. കാരണം ഇത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ്. ആൾക്കാർ ലിറ്ററൽ സ്കിൽസ് വളരെ കുറഞ്ഞിട്ടുണ്ട്. മലയാളം പറയുമ്പോൾ എങ്ങനെയാണ്, ശുദ്ധമായ മലയാളം പറയുന്ന ആൾക്കാർ ഇന്നില്ല, ശുദ്ധമായ മലയാളം വരുന്നില്ല. അതിലേക്ക് മംഗ്ലീഷ് എന്ന് പറഞ്ഞ പുതിയ ഭാഷയാണ് എല്ലാം സംസാരിക്കും. സോ ലിറ്റററി എബിലിറ്റി ആയാലും, ഫിസിക്കൽ എബിലിറ്റി ആയാലും, ഇമാജിനേഷൻ ചെയ്യാനുള്ള എബിലിറ്റി ആയാലും, കണക്ക് കൂട്ടാനുള്ള എബിലിറ്റി ആയാലും, പെട്ടെന്ന് ആളുകളുണ്ട് 48+64 എത്ര ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 112 നമ്മുടെ വായി വരില്ല. കാരണം ഉടൻ കാൽക്കുലേറ്റർ ഉണ്ട്, നമുക്ക് കാൽക്കുലേറ്റർ പരിപാടി നടക്കില്ല. എന്നാൽ നേരത്തെ നമ്മൾ കണക്ക് വെച്ചിട്ടുണ്ടാകും 68 44 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 4 10 100 8 4 12 സിമ്പിൾ ആയിട്ട് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞു. ഇത് എന്താ പണ്ടത്തെ കാലത്ത് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. എവിടെ കാൽക്കുലേറ്റർ ഒക്കെ തപ്പിക്കൊണ്ടിരുന്നത്. ഇന്ന് മൊബൈൽ ഫോണിനകത്ത് സകല സാധനങ്ങളുണ്ട്. അപ്പൊ ഒത്തിരി സ്കില്ല് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ വിഷ്വൽ മീഡിയ വളരെ തന്ത്രപൂർവമായിട്ട് നമ്മളെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്നു. ഇത് ആൽഗോരിതം, കമ്പ്യൂട്ടറിൽ ആൽഗോരിതം ചെയ്യുന്നൊരു പരിപാടി ഞാനിത് കണ്ടിട്ടുണ്ട്. ഭയങ്കരം തന്നെ. അതായത് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആണ്, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുപോലത്തെ വീഡിയോ വരത്തുള്ളൂ. നമുക്ക് എന്താണ് കാണാൻ ഇഷ്ടമെന്ന് അവന്മാർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതൊരു മനുഷ്യനല്ല കണ്ടുപിടിച്ചിരുന്നത്, മെഷീനാണ്. അതനുസരിച്ച് ഇതിങ്ങനെ പുഷ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കാണുകയാണ് BJP അനുകൂലമായിട്ട്. അതായത് ഇവിടെ എന്താ തീവ്രവാദികൾ വളരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു വീഡിയോ കാണും. 4 മണിയാകുമ്പോഴേക്കും അങ്ങനത്തെ 5-6 വീഡിയോസ് കാണും. 2 ദിവസം കഴിയുമ്പോൾ ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നാളെ BJP. അങ്ങനെയാണ് തിരിച്ചു അങ്ങനെ തന്നെ. ഈ ബ്രെയിൻ വാഷിങ്ങും പ്രൊപ്പഗൻഡയും നമ്മളറിയാതെ തന്നെ നമ്മളെ സ്വാധീനിച്ച് ചിലരെ വെറുക്കാനും ചിലരെ സ്നേഹിക്കാനും ചില പാർട്ടികളിൽ ചേരാനും മാറാനും അറിയാനും അല്ലെങ്കിൽ ലോക വ്യൂ ഉണ്ടാക്കിയെടുക്കാനും, അതായത് വീക്ഷണ കോൺ ഉണ്ടാക്കിയെടുക്കാനും എല്ലാം നമ്മൾ സങ്കല്പിക്കാൻ പോലും ഒരു സമ്മതിക്കില്ല. നമുക്കൊരു 5 മിനിറ്റ് സ്വസ്ഥമായിട്ട് ഇരുന്നത് എന്താണെന്ന് ആലോചിക്കാൻ പോലും നമുക്ക് സമയമില്ല. ഇവര് തന്നെ നമ്മളെ പതുക്കം പരിവർത്തനം ചെയ്യിപ്പിച്ച് ഈ ബാബിലോൺ നമുക്ക് കുരുക്കിയിരിക്കും. ശരിയാണ്. പണ്ട് ഇന്ത്യയിലെ ഇലക്ഷൻ സ്വാധീനിക്കാൻ വേണ്ടി ഫേസ്ബുക്കുകാരും ഇവരെല്ലാരും കൂടെ ഇങ്ങനെ ഈ അൽഗോരിതം വെച്ചൊരു കളി കളിച്ചെന്നാണ് പറയുന്നത്. കാരണം എപ്പോ നോക്കിയാലും വരുന്ന നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തള്ളി വിടുവാണ് വീഡിയോ. എന്തുകൊണ്ട് BJP അധികാരത്തിൽ വന്നേ പറ്റൂ, ഇവരെല്ലാം ഇത് കണ്ടിട്ട് ശരിയാണ്, BJP ഇല്ലെങ്കിൽ ഇന്ത്യ നശിച്ചു. അങ്ങനെ നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുക. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. ബട്ട് വി ആർ കൺട്രോൾഡ് ബൈ അതേഴ്സ്, കൺട്രോൾഡ് ബൈ പ്രൊപ്പഗൻഡ മാനേജേഴ്സ്. അതായത് ഇത് നമ്മളെ തന്നെ നമ്മളറിയാതെ തന്നെ നമ്മളെ മാറ്റിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഹ്യൂമാനിറ്റി, ദൈവം സൃഷ്ടിച്ച ഹ്യൂമാനിറ്റി, ഹ്യൂമൻ എബിലിറ്റീസ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വേറൊരു കാര്യം ഈ അകത്തേക്ക് ഉൾവലിയുന്ന യൗവനങ്ങളെ കുറിച്ചാണ്. ഇത് നിങ്ങളൊരാൾ വീട്ടിൽ വരുമ്പോൾ പിള്ളേർക്ക് ശരിക്കും അസ്വസ്ഥതയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിള്ളേർക്ക് ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും വരുന്നത് പിള്ളേർക്ക് ഇഷ്ടമില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കസിൻസോ അടുത്തുള്ളവരോ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ പോകല്ലേ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അങ്കിൾമാരും ആന്റിമാരൊക്കെ വരുമ്പോൾ അവരുടെ ചെരുപ്പൊക്കെ എടുത്ത് മാറ്റി വെക്കുക, കാരണം അവർ പോകാതിരിക്കാൻ വേണ്ടി. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എങ്ങനെ 2 ചെരുപ്പ് എക്സ്ട്രാ കൊടുത്തിട്ട് കാരണം ഇവർക്ക് അവരൊന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് റൂമിനകത്ത് കയറാൻ. അല്ലെങ്കിൽ അപ്പനമ്മ വിളിച്ചത് ആന്റിയോട് വർത്താനം പറയാൻ പോലെ ഇവര് ഞാൻ ഇവര് പറഞ്ഞാൽ ഞാൻ വർത്താനം പറയും. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഈ പിള്ളേരെ ഇങ്ങനെ ആ പിള്ളേരുടെ ചിന്ത ഞങ്ങള് നിർബന്ധിച്ച് അവരെ കൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ പ്രൈവറ്റ് റൂമിലെ പോയിട്ട് മൊബൈൽ തുറക്കുക, അതിനകത്തോടെ കാണുന്നതിന് പരിധിയില്ല. പിന്നെ പെന്തക്കോസ്തുകാർ TV കാണത്തില്ല, സിനിമയും കാണത്തില്ല, പക്ഷെ മൊബൈൽ കാണും. TV എന്ന് പറഞ്ഞ സാധനം നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന പാപം ഒത്തിരി ആൾക്കാരുണ്ട്. എനിക്കൊന്ന് ഇപ്പോഴും നിങ്ങളോട് കാണുമായിരിക്കും. വിഡ്ഢിപ്പെട്ടി എന്നാണ് അതിനെ വിളിച്ചത്. അതിനു മുമ്പ് റേഡിയോ ആയിരുന്നു വിഡ്ഢിപ്പെട്ടി. പണ്ട് കാലത്ത് റേഡിയോ ഇരിക്കുന്നവനൊന്നും സ്വർഗത്തിൽ പോകില്ല എന്ന് പ്രസംഗിച്ച ആൾക്കാർ അന്തക്കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ TV ഇരിക്കുന്നവനെല്ലാം സ്വർഗത്തിൽ കൂടാണ്. TVക്കകത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും 2 സെൻസറിങ് ഉണ്ട്. ഒന്ന് ഗവൺമെന്റിന്റെ സെൻസറിങ്,
മറ്റൊന്ന് അപ്പന്റെ അമ്മയുടെ സംസാരം. അവരിങ്ങനെ മുമ്പോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അപ്പം ഇവർക്ക് കാണാൻ പോകും പറ്റുന്ന ലിമിറ്റേഷൻ, ഇറ്റ്സ് എ ലിവിംഗ് റൂം എക്സ്പീരിയൻസ്. അപ്പം ആൾക്കാർ വരും അങ്ങോട്ട്. പക്ഷെ അതൊന്നും അനുവദിക്കുന്നില്ല. പക്ഷെ അനുവദിക്കുന്നതല്ല, മൊബൈൽ ഫോൺ എടുത്ത പോലെ ഇതുമായിട്ട് ഇന്ന് റൂമിലോട്ട് കയറുകയാണ്. പിന്നെ അവന്റെ ലോകത്ത് വേറെ ആരുമില്ല. നോ സെൻസറിങ്, ഓക്കെ, നോ കൺട്രോൾ. ഇതിലൂടെ ഒരു വേറൊരു ലോകത്തിലേക്ക് പോവുക, ഒരു സാങ്കല്പിക ലോകത്തിലേക്ക്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ പോകാനുള്ളൊരു കാരണം ഇന്നത്തെ പിള്ളേര് വളരെ പാമ്പേടാണ്. ഈ പാമ്പേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വെളിയിൽ വിടുമ്പോ പോലും പേരൻസ് ഭയങ്കര കെയറിങ്. പണ്ടങ്ങനെ അത്ര കെയറിങ് ഇല്ല. പണ്ട് ഇവർക്കറിയാം പോയിട്ട് കട്ടാന്ന് പറഞ്ഞാൽ വിടുവായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇത് ഭയങ്കര കെയറിങ്. അപ്പൊ ഒരു വിഷമം വരാതെ അവനിന്ന് ഇഡ്ഡലി വേണ്ട എന്ന് പറഞ്ഞ ഇഡ്ഡലി വേണ്ട, ദോശ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, നിനക്ക് എന്താ മോനെ വേണ്ടത്, ഇങ്ങനെയാണ് വളർത്തുന്നത്. ഇവൻ ചെന്ന് സ്കൂളിലോട്ട് ചെല്ലുമ്പോ അവിടെ ആരും ഇവരുടെ ഇഷ്ടം നോക്കുവോ? ഇവരുടെ ഇഷ്ടം നോക്കില്ല. അവിടെ റഫായിട്ട് എൻവയറമെന്റിൽ ഇറങ്ങി പാവം എന്ന ഉപ്പുമാങ്ങ പറഞ്ഞിട്ട് വളർത്തിയ പിള്ളേരെ പോലുള്ള പിള്ളേരെ വെളിയിലോട്ട് ഇറക്കി വിട്ട് കഴിയുമ്പോഴേക്കും അവർക്ക് ഈ ചുറ്റുമുള്ളവരിൽ അപ്പനമ്മയെ പോലെ പെരുമാറുമോ? ഇല്ല. അവരുടെ ഇഷ്ടങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞ കുട്ടികൾക്ക് യാതൊരു ആശ്വാസമില്ല. ആശ്വാസം പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ട് അടിക്കാത്ത, വഴക്ക് പറയാത്ത ഈ സാധനമാണ്. അപ്പൊ അവർക്കൊരു പ്രൈവറ്റ് സ്പേസിൽ കംഫർട്ടബിൾ ആണ്. ആരുമായിട്ടും എൻകൗണ്ടറിന് പോകണ്ട, ആരുമായിട്ട് കോമ്പറ്റീഷനിൽ ഏർപ്പെടണ്ട. ലെറ്റ്സ് വിത്ഡ്രോ ടു മൈ റൂം. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ്. ഇന്ന് പിള്ളേരെ കൗൺസിൽ ചെയ്യുമ്പോൾ, പല പിള്ളേരെ കൗൺസിൽ ചെയ്യുമ്പോൾ ഞാൻ ഞെട്ടലോടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, സോ മെനി ചിൽഡ്രൻ ഹാവ് ഡിപ്രഷൻ. നമ്മുടെ കാലത്ത് പിള്ളേർക്ക് ഉണ്ടാവുന്ന ഒരു സാധനം അല്ലായിരുന്നത്. കുറച്ചുകൂടെ ഒക്കെ മുതിർന്ന ഒരു 20-25-30 വയസ്സ് വല്ല നൈരാശ്യമൊക്കെ വന്ന സമയത്ത് ഡിപ്രഷൻ. പക്ഷെ ഇന്ന് ചെറുപ്പത്തിൽ തന്നെ പ്രഷർ, ഹൈപ്പർ ടെൻഷനിൽ ജീവിക്കുന്ന പിള്ളേർ, എന്താ പറയുന്നത്, ഡിപ്രഷനിൽ, അത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, അൺഎബിൾ ടു കോപ്പ് വിത്ത് ദ ലൈഫ് സിറ്റുവേഷൻസ്. കാരണം ഇങ്ങനെയുള്ള പലവിധമായ, പ്രത്യേകിച്ച് കോവിഡിന് ശേഷം, ഈ കോവിഡിന് ശേഷം ഇങ്ങനെയുള്ള ഡിപ്രഷൻ വരുന്നവരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. ചില സമയത്തൊക്കെ ഞാൻ അവന്റെ എപ്പോഴും ഇരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യോ, എല്ലാം പിള്ളേരാ. ഒരു കൗൺസിലിംഗ് അടുത്ത ആൾക്കാർ വന്നു കഴിഞ്ഞു. കാരണം ഞാൻ അങ്ങനെ ഒരു കൗൺസിലിംഗ് പ്രധാന പരിപാടി നടത്തുന്ന ഒരാളല്ല. ബട്ട് സ്റ്റിൽ ഭയങ്കരമായ ഒരു മെന്റൽ ഹെൽത്ത് ലാക്ക്, അതിന്റെ ലാക്ക് നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യരെ ഇങ്ങനെ ബലഹീനരാക്കി വെച്ചിട്ട് ഇവര് ബാബിലോൺ, അതായത് അത് നമ്മൾ ആരും ചെയ്യുന്നതല്ല. നിങ്ങൾ വിചാരിക്കുന്ന ആരെങ്കിലും അവിടെ നിന്നുകൊണ്ട് നമ്മളെ ബാബിലോണിൽ വിളിക്കുന്നുണ്ടോ? ആരും വിളിക്കുന്നില്ല. പിന്നെ ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ ചോദിക്കും, എങ്ങനെയാണ് ഈ സമയത്തിന്റെ ഓട്ടം, ഇത് ബാബിലോൺ, ഈ നാശമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ആരാ? ഇതിന്റെ പുറകിൽ ആരാ? ജോ ബൈഡൻ ആണോ? ട്രംപാണ്? പിന്നെ എന്താ, ബിൽ ഗേറ്റ്സ് ആണ്? വേറൊരാളുണ്ടല്ലോ, ഇലോൺ മസ്ക് ആണ്. ഇവരൊക്കെ ഒന്നുമല്ല, ഇവരെല്ലാം വിക്ടിംസ് ആണ്. കാരണം ഈ യുദ്ധം ഇലോൺ മസ്കിനെതിരെയോ ഏതെങ്കിലും ഒരു മനുഷ്യനെതിരെയോ അല്ല. വേദപുസ്തകം പറയുന്ന യുദ്ധം ആകാശത്തിലെ ശക്തികൾക്കെതിരെയാണെന്നാണ്. പക്ഷെ പെന്തക്കോസ്തൽ വ്യാഖ്യാനിച്ചിരിക്കുന്ന ആകാശത്തിലെ ശക്തി ഇതല്ല. ഏതാണ്? അയൽവക്കക്കാരൻ ചെയ്ത കൂടോത്രമാണ്. എന്റെ സഹോദരന്റെ, അതൊന്നും അല്ല ഈ പോരാട്ടം. ശരിക്കും നമ്മൾ യുദ്ധം ചെയ്യേണ്ടത്, അന്ത്യകാലത്ത് യുദ്ധം ചെയ്യേണ്ടത് എന്തിനോടാണ് എന്ന് എഫേസ്യ ലേഖനത്തിലെ പോരാട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വ്യക്തമാവും. ഹൗ ടു ഫൈറ്റ് ദിസ് ഡ്രിഫ്റ്റ്. ഇതിനെങ്ങനെയാണ് ഈ ഒഴുകിപ്പോക്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് എഫേസ്യ ലേഖനത്തിൽ 2 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അത് വ്യക്തമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഓക്കെ, അതിക്രമങ്ങളാലും പാപങ്ങളുമാണാലും മരിച്ചവരായെന്ന് നിങ്ങളെ ഉയർപ്പിച്ചു. അപ്പൊ കർത്താവ് നമ്മളെ ഉയർപ്പിക്കുന്നതിന് മുൻപുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. കർത്താവ് നമ്മളെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശ അധികാരത്തിന് അനുസരിക്കുന്ന മക്കൾ ഇപ്പോൾ വ്യാപിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആ നടപ്പിനെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പൊ മരിച്ചു കിടന്ന നമ്മൾ ശരിക്കും ചത്തു കിടക്കുകയല്ലായിരുന്നു, പിന്നെ എന്ത് ചെയ്യുമായിരുന്നു? ഈ ലോകത്തിന്റെ ഒരു തത്വത്തെ അനുസരിച്ച് പോരുകയായിരുന്നു. ഇനി നമ്മൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ പോരാട്ടത്തെ കുറിച്ച് എന്താ പറയുന്നെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ, ഓക്കെ, എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന്. ഇപ്പൊ വലിയൊരു യുദ്ധം വരാൻ പോവുകയാണ്. ഈ ബാബിലോണും കർത്താവും തമ്മിലുള്ള യുദ്ധം വരാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ എതിർത്ത് നിൽക്കുവാനും അവസാന ദിവസത്തോളം ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ ഈ ദൈവത്തിന്റെ സർവായുധ വർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് നോക്കി,
എന്തിനാണ്? 10-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. അടുത്ത വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പൊ നമുക്കൊരു പോരാട്ടമുണ്ട്. ആരോടാണ് പോരാട്ടമുള്ളത്? ഈ ലോകാധിപതികളോടാണ്. അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർഗത്തിലെ ദുഷ്ടാത്മസേനയോട്, ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ എന്താണ്? ഇവരോട് പോരാടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്താണ്? സാധാരണഗതിയിൽ പിശാചിന്റെ പോരാട്ടത്തിൽ നമ്മൾ എങ്ങനെ നേരിടുന്നത്? യേശുവിന്റെ നാമത്തിൽ ഇത് പോകുമോ? നമ്മളൊരു കൺവെൻഷൻ നടക്കാൻ നേരത്ത് പാസ്റ്റർമാർ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവിടെയുള്ള എല്ലാ അന്ധകാര ശക്തിയെ ബന്ധിക്കുന്നു. എവിടെ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ന്യൂഡൽഹിയിൽ ഇരുന്ന് ഇന്ത്യയെ മുഴുവൻ നിയന്ത്രിക്കുന്ന എന്താ ദേശാധിപ ശക്തി അത് തന്നെ. അപ്പം പറയും, പാസ്റ്ററിന് അറിയാമില്ല ദാനിയേലിന്റെ പ്രവചന പദ്ധതിയിൽ പാഴ്സരാജ്യത്തിന്റെ ദേശാധിപതി ഇതാ ഒരു ഉത്തരത്തെ തടയാൻ വേണ്ടി ദൂരം വന്നപ്പോൾ തടഞ്ഞു നിർത്തി. അവന്റെ കപ്പാസിറ്റി ഭയങ്കര. ഒരു സിറ്റിയില്ല. ശരിക്കും അത് കർത്താവിന്റെ മരണത്തിന് മുമ്പാണ്, കർത്താവിന്റെ മരണത്തിന്റെ ശേഷം അല്ല. ഇന്ന് കർത്താവിന്റെ ഒരു മറുപടിയും തടയാൻ ഒരു സാധാരണ കഴിയില്ല. കാരണം കർത്താവ് ഉള്ളിലായിരിക്കുന്നത്. ആ ഗ്യാപ്പൊക്കെ പോയി. ഈ ദേശാധിപതിയൊക്കെ ദൈവം അടിയറവ് പറയിപ്പിച്ചു. അറിഞ്ഞില്ല നിങ്ങൾ ഈ സംഭവം? ഇതൊക്കെ സംഭവിച്ചായിരുന്നു. ഇതൊക്കെ ആയുധങ്ങൾ ഒപ്പിച്ച്. അപ്പൊ ഈ രണ്ട് പിശാചുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു. ഞാനിങ്ങനെ സങ്കല്പിക്കാറുണ്ട്, എടാ എനിക്ക് ഭയങ്കര ശക്തിയാണ്. അപ്പൊ മറ്റു ചോദിക്കും, പോടാ മണ്ടത്തരം പറയാം, നിന്റെ തല അവൻ അടിച്ചു ചേർത്ത് ഇപ്പൊ പപ്പടം പോലെ. അങ്ങനെ പറയും, നീ വിചാരിക്കുന്നല്ലേ ഞാൻ ഇന്നൊരു പെന്തക്കോസ്തുകളുടെ വെളി നിൽക്കുമായിരുന്നു, നീ എന്തിനാ അവിടെ പോയി നിന്ന്? അവിടെ പറയാണ് പിശാചിന് ഭയങ്കര ശക്തിയാണ്, ഇവിടെ ഭയങ്കര പോരാട്ടമാണ്, ഇവിടെ കോവിഡ് പിടിച്ചിരിക്കുന്ന 4 പേർക്ക് പോരാട്ടമാണ്. അപ്പൊ മറ്റേ പിശാച് പറയാം, എടാ അവന്മാര് വല്ല മണ്ടത്തരം പറഞ്ഞു പറയുന്നുണ്ട്, നീ ശക്തിയുള്ളവനാണെന്ന് വിചാരിച്ച് ധൈര്യം കിട്ടി പോയി നശിച്ചു പോവല്ലേ, അടങ്ങിയില്ല. നമ്മുടെ ശക്തിയൊക്കെ പോയത് ഒരു സൂത്രം കൊണ്ട് മാത്രം ജീവിക്കുന്നത്. അവന്റെ തന്ത്രങ്ങളെ കുറിച്ച്, തന്ത്രങ്ങളാണ് മൊത്തം. അവന്റെ തന്ത്രമാണ് അവന് ശക്തി ഉണ്ടെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. കുഞ്ഞാടിന് ബലവും ശക്തിയും കൊടുക്കുന്നതിന് പകരം കുറച്ച് ബലം അവൻ മേടിക്കുക, നമ്മളതൊന്ന് കൊടുക്കുക. കുഞ്ഞാടിന് ബലം ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് സാത്താന് ഭയങ്കര ബലം, ആ ദേശത്ത് ഭയങ്കര പോരാട്ടമാണ്. ഏത് ദേശത്താണ് കർത്താവിന് കടന്നെല്ലാം പറ്റാത്ത ഈ ഭൂമിയുള്ളത്? ഭൂമിയും അതിന്റെ പൂർണ്ണതയും. അത് നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ സാത്താൻ ഭയങ്കരനാന്ന് വിചാരിച്ചിരിക്കാന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി ഈ പോരാട്ടങ്ങളെ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, ലോകാധിപതികൾ, അതായത് ലോകാധിപതികൾ ലോകത്തിന്റെ കോഴ്സിനെ നിയന്ത്രിക്കുന്നവരാണ്. അതായത് വാട്ട് ഷുഡ് ഹാപ്പൻ ഇൻ ദ വേൾഡ് എന്ന് തീരുമാനിക്കുന്നവരാണ്. ആരാണത്? അത് ഈ ലോകത്തിന്റെ അധികാരികളാണ്. നമ്മൾ കാണുന്ന ജഡരക്തങ്ങളല്ലത്. അതായത് ഇൻവിസിബിൾ വേൾഡിലുള്ള ഒരു യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് 2-ാം അധ്യായം 1 വായിച്ചു നോക്കി. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 വായിക്കുമ്പോൾ നമുക്കത് ക്ലാരിറ്റിയിൽ മനസ്സിലാവും. അവിടെ പറയുന്നത്, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും, കണ്ടോ, അതല്ലേ ആകാശത്തിലെ അധിപതി നമ്മൾ ഇത്തിരി പറഞ്ഞില്ലേ? ഓക്കെ, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടക്കും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്ക് ഈ ലോകത്തിന്റെ കാലഗതി എന്നാണ്. കാലഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? കാലന്റെ ഗതി അല്ല, കാലത്തിന്റെ ഗതി. ഗതി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ അല്ലെ? ഗതി എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഡയറക്ഷൻ ഓഫ് ടൈം, കാലഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സമയം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചാണ് നടക്കുന്നത്. അതായത് ടൈം അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്തിന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു? നമ്മുടെ സ്വഭാവത്തിനും പെരുമാറ്റത്തിനും ഇടപെടലിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ശരിക്കും കാലഗതിയെ നിയന്ത്രിക്കുന്ന ആരാണ്? ഈ നശിച്ചു പോകുന്ന ബാബിലോണിന്റെ കാലഗതിയെ നിയന്ത്രിക്കുന്ന ആരാ? അതൊരു നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യ ശക്തികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അനുസരിച്ചാണ് ഒരു രക്ഷിക്കപ്പെടാത്ത ഒരാൾ എപ്പോഴും നടക്കുന്നത്. അവിടെ പ്ലഷറാണ് ഏറ്റവും വലിയ ഫാക്ടർ. കാരണം ഈ സാത്താൻ നമ്മൾ പറയുന്നത് നിനക്ക് പ്ലഷർ തരാമെന്നാണ്. ആദമും ഹവ്വയും എന്തുകൊണ്ടാണ് പഴം തിന്നത്? എന്തുകൊണ്ട് തിന്നത്?
കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ രുചിയുള്ളതെന്ന് കണ്ടിട്ട് തിന്നുന്നതിന് മുമ്പാ. അതാണ് തിന്നാൻ രുചിയുള്ളതെന്ന് തിന്നുന്നതിന് മുമ്പേ മനസ്സിലാക്കിയവരാണ് അവർ. അതെങ്ങനെ മനസ്സിലാക്കി? അത് കാണും, ചില പഴങ്ങൾ കാണുമ്പോഴറിയല്ലേ തിന്നാ നല്ലതായിരിക്കുന്നു, അങ്ങനെ അത്ര മനോഹരം. അപ്പൊ അവരാ പ്ലഷറാണ് നോക്കിയത്. ഈ പ്ലഷറിലേക്കുള്ള നോട്ടമാണ് സാത്താൻ ഇൻഡ്യൂസ് ചെയ്യുന്നത്. എവറി ടൈം ദ ടെംപ്ടേഷൻ ഈസ് ടു അക്സെപ്റ്റ് ദ പ്ലഷർ. Go to an area where you will get more worldly pleasures. ഇത് എപ്പോഴും ഉള്ള നമ്മുടെ ടെംപ്ടേഷൻ ആണ്. ഒരു ചെയർ ആണെങ്കിൽ ഈ ചെയറിനേക്കാൾ നല്ലൊരു ചെയർ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാനും നോക്കുള്ളൂ. ഞാൻ ഇവിടെ നോക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയപ്പോൾ ഇത്തിരി പൊട്ടാറായതുകൊണ്ട് അപ്പുറത്ത് ഞാൻ കുറെ ചെയറുകൾ ഒടിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ചെയർ നോക്കിയാണ് നടക്കു വരുന്നത്. നമുക്ക് വേണം നോക്കേണ്ടത് കംഫർട്ടാണ്. ഒന്ന് ഇരുന്നിട്ട് കാല് ഒന്ന് നീട്ടി വെച്ചിട്ട് ഒന്ന് ഇരിക്കാൻ സ്വസ്ഥം. വി ആർ ഓൾ തെറ്റാന്നല്ല, ഇതൊന്നും തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് അവർ മൈൻഡ് ഈസ് കണ്ടീഷൻ ടു ഡു ദാറ്റ്. പക്ഷെ ഇതിനെങ്ങനെ ജയിക്കാം? ഇതിനെ ജയിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എങ്ങനെയാണ് ഈ പോരാട്ടത്തെ നമ്മൾ ജയിക്കുന്നത്? ഈ പ്ലഷറിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് ഒട്ടും ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി അവിടെ ബാക്കിൽ ഇരിക്കുകയാണ്. അപ്പൊ പാസ്റ്റർ ഇവിടെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ കാര്യം കേട്ടോ, ഇവിടെ പാസ്റ്റർ ചെയ്യില്ലെന്ന് എനിക്കറിയാം. ചിലര് പുകഴ്ത്തുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞ് സ്റ്റേജിലോട്ട് ഇങ്ങനെ സ്ലോ മോഷൻ നടക്കാൻ തോന്നും. ഭയങ്കരമായിട്ട് പൊക്കിക്കളയും. അപ്പൊ ഞാൻ പറയും, എനിക്ക് പുകഴ്ത്തലൊന്നും ഇഷ്ടമൊന്നുമില്ല, പക്ഷെ കേട്ടപ്പോൾ നല്ലൊരു രസിച്ചായിരുന്നു. നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ഓരോ പണികൾ ചെയ്യുമ്പോഴും നമുക്കൊരു പുകഴ്ത്തൽ കേൾക്കുന്ന സന്തോഷമാണ്. നമ്മൾ ആ പുകഴ്ത്തൽ എങ്ങനെയെങ്കിലും വാങ്ങിക്കും. അത് കേൾക്കുമ്പോൾ എന്തൊരു രസമാണ്, ഇതാണ് ലോകത്തിന്റെ മനോഹരത്വം. ഐ എം വിന്നിങ്. എനിക്ക് എന്തെങ്കിലും ഒരു ഫില്ലിപ്പ് വേണം മുമ്പോട്ട് പോകണമെങ്കിൽ. ആ പ്ലഷർ ഇടയ്ക്കിടയ്ക്ക് കിട്ടാതെ, ആ എൻകറേജ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് കിട്ടാതെ എനിക്ക് ജീവിക്കാനൊരു മോട്ടിവേഷൻ ഇല്ല. അപ്പൊ ഇതിനെങ്ങനെ ജയിക്കാൻ പറ്റും? ഇവിടെയാണ് ഈ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ, അതായത് ഈ അന്ത്യകാലത്തെ എതിരിടാനുള്ള പോരാട്ടത്തിന്റെ ആയുധങ്ങളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രക്തത്താൽ ജയവും ഉപവാസവും പ്രാർത്ഥനയൊന്നും അല്ല. നമുക്ക് എന്താന്ന് നോക്കാം. ഈ സാധാരണ പിശാചിനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഉപവാസം എടുക്കുക, രക്തത്താൽ ജയം എന്ന് പറയാ, പിന്നെന്താ സ്വപ്നം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഏതെങ്കിലും ഒരു ദുരാത്മ ഇടയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ എവിടെയും ബാക്കിയുള്ളവരുടെ രക്തത്താൽ മുദ്രയിടുന്നു, കേട്ടില്ലേ? പേടി എല്ലാവർക്കും എവിടെയെങ്കിലും നിന്ന് കയറുമെന്ന്. അപ്പോ ഇവിടെ ഈ സാത്താനെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടികളൊന്നും അല്ല ഇവിടെ പൗലോസ് പറയുന്നത്. ഇത് ഒരു വലിയ യുദ്ധമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ, കേൾക്കുന്നുണ്ടോ, യുദ്ധമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ പറയുന്ന ജനറേഷനെ മുഴുവൻ, ഏത് ജനറേഷനെയാണ്? ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഈ പുതിയ ജനറേഷൻ മുഴുവൻ ഒഴുകിപ്പോകാം. കാരണം കാലത്തിന്റെ ഗതി എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആണ്. അവർ പോകുന്ന കോളേജിൽ അവർക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ സ്വാധീനിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ്. പണ്ടത്തെ പോലെ ഇങ്ങനെ നേരിടാനുള്ള ശക്തി ഒന്നും ഇന്നത്തെ ജനത്തിനില്ല. സത്യം ഇവർക്ക് അറിയാമെങ്കിൽ പോലും, യേശുക്രിസ്തുവാണ് സത്യം എന്ന് അറിയാമെങ്കിൽ പോലും അതിനെ, ആ ട്രൂത്തിന് വില കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ല. കാരണം എന്താ? അവരുടെ കൂടെ ഒത്തുപോകുന്നതാണ് ശരി. മനസ്സിലാവുന്നല്ലേ പറയുന്നത്? അപ്പൊ എത്രയും പെട്ടെന്ന് അവർ സ്ലിപ്പ്. ഞാൻ ഇങ്ങനെയുള്ള അനേകം പിള്ളേരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. ഇഫ് യു ആർ നോട്ട് അബ്സോർബ്ഡ് ഇൻ ടു ദാറ്റ് കൾച്ചർ. അവിടെ ആ ഡേറ്റിങ്ങിന്റെയും ആ എൻജോയ്മെന്റിന്റെയും പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള, ഇപ്പൊ ഒരാളുടെ കൂടെ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, എന്തുകൊണ്ട് ഇത്ര വിവാഹമോചനങ്ങൾ ഇന്ന് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? നേരത്തെയൊക്കെ പുരുഷന്മാരാണ് ഭാര്യമാരെ ഇട്ടിട്ട് പോകാറുന്നത്. ഇന്ന് 100 ഡൈവോഴ്സ് നടക്കുമ്പോൾ 65 സഹോദരിമാരാണ് പറയുന്നത് ഞങ്ങൾക്ക് വയ്യ ജീവിക്കും. എന്താ പറയുക? രസമില്ല. രസം ഈസ് ഗോൺ. കാരണം ഈ രസം എന്ന് പറയുന്നത് ബയോളജിക്കലാണ്. നമുക്ക് ഈ രസം ഉണ്ടാക്കുന്ന സാധനം ബയോളജിക്കലാണ്. ചിലർ പറയുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇതിനെക്കുറിച്ച് ശരിക്കൊരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്കറിയില്ല അതിന്റെ അവസാനം എന്താ വരും. പക്ഷെ ഡോപ്പമിൻ ആണ് രസവും സ്നേഹവും ഒക്കെ സാധാരണഗതിയിൽ സ്പിരിച്വൽ ഡെഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കുന്നത്. അത് കുറെ കഴിയുമ്പം 0 ആയി പോയാൽ പിന്നെ അതിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഒരു പുതിയ ബൈക്ക് മേടിച്ചാൽ ആ ബൈക്ക് കഴുകി തുടച്ച് ക്ലീൻ ആക്കി കൊണ്ടുനടക്കും കുറെ നാൾ. പിന്നെ അത് മണ്ണും പിടിയും പിടിച്ച് ഉടനെ കിടക്കും. ഇവിടുത്തെ കാര്യമല്ല.
ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചാൽ ആദ്യമൊക്കെ ഭയങ്കര എക്സാമിനേഷൻ, അങ്ങോട്ട് നോക്കി സെൽഫി എടുക്കുന്നു, ഇങ്ങോട്ട് നോക്കി സെൽഫി എടുക്കുന്നു, എന്നിട്ട് അത് എക്സാം ചെയ്യുന്ന ഫോട്ടോ എങ്ങനെയുണ്ട്, കൊള്ളാം. 2 ആഴ്ച കഴിഞ്ഞാൽ അവരാദ്യം മൈൻഡ് ചെയ്യുന്നത് അത് നമ്മുടെ മൈൻഡിൽ നിന്ന് പോയി. പിള്ളേർ ടോയ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഒരു ടോയ് ഉപയോഗിച്ചാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അതിന് ഇൻട്രസ്റ്റ് പോയി, അടുത്ത ടോയ് വേണം. ഇങ്ങനെയാണ് പിള്ളേരല്ല. കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയാണ്. ആദ്യം അവർ കൈ പിടിച്ചല്ലാതെ നടക്കില്ല, ഒന്നിച്ചല്ലാതെ പോകില്ല, ഒന്നിച്ചല്ലാതെ കഴിക്കില്ല. ഒരു 1-2 വർഷം കഴിയുമ്പോൾ ഒരാൾ ഒരു വഴിയും വേറെ വഴിയും ഡോപ്പമിൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇയാൾ നിന്ന് ചോദിക്കും, ഇവരുടെ ചിരി കണ്ടോണ്ട് ഞാനിവിടെ കെട്ടിയത് എന്നിട്ട് പോവാം, എന്താ ഇതിനകത്ത്. അപ്പൊ അന്ന് ഡോപ്പമിൻ ഉണ്ടായിരുന്നോണ്ട് ചിരി ഭയങ്കര മനോഹരമായിട്ട് തോന്നിയായിരുന്നു. ഇന്നത്തെ ഡോപ്പമിൻ ചോർന്ന് പോയപ്പോൾ പ്രത്യേകിച്ച് മനോഹരത്വമൊന്നും തോന്നുന്നില്ല. വേറെ ആരെങ്കിലും ഒക്കെ ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നത്. അപ്പൊ പിന്നെ ഉള്ള രസം പോയി, ഇനി അടുത്ത ആളെ നോക്കാം. അപ്പൊ രസത്തിൽ അധിഷ്ഠിതമായ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം പോലെ രസത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ അവരത് മതി, ഡൈവോഴ്സ്, അടുത്തത് മാരേജ്, അടുത്തത് ഡൈവോഴ്സ്, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. കാരണം ഇന്നൊരു കൗൺസിലർ അടുത്ത് ഇന്ന് നോക്കി, ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഒരു സഹോദരി എന്ന കൗൺസിലർ എടുത്ത് പറയാണ്, എനിക്ക് മടുത്തു, എനിക്കൊരു സ്വാതന്ത്ര്യമില്ല, എന്നെ ജോലിക്ക് വിടുന്നില്ല, എന്റെ വീട്ടിൽ എനിക്ക് സമാധാനമില്ല. അപ്പൊ കൗൺസിലർ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? സെക്യൂർ കൗൺസിലർ, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കും? നിങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ, ഇവരുടെ ഭാഷ പുതിയ ഭാഷ, അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇത് കൂടിക്കൂടി ഫ്രസ്ട്രേഷൻ കൂടിക്കൂടി വന്ന് നിങ്ങൾ ഭ്രാന്തിയായി മാറുന്നതിന് മുൻപ് നിങ്ങൾ അയാൾക്ക് ഒരു തട്ട് കൊടുത്തിട്ട് വിഷയം. കാരണം ഇനി അടിമത്തിൽ കിടന്നാൽ നിങ്ങളൊരു ഭ്രാന്തിയായി മാറും. ഒരു ദമ്പതികളെ കൗൺസിൽ ചെയ്ത് അവസാനം ഒരുവിധവരെ നേരെയാക്കി കൈ പിടിപ്പിച്ച് കരയിപ്പിച്ച് വിട്ടു. അത് കഴിഞ്ഞപ്പോ അവർ സെക്യൂർ കൗൺസിലറെ പോയി ചെന്നു. അവര് പറഞ്ഞു, നിങ്ങളിങ്ങനെ സബ്മിറ്റ് ചെയ്തത് നിങ്ങളെ അയാൾ അടിമയാക്കും, അയാളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, അയാൾ മാറാൻ പോകുന്നില്ല. പിന്നെ കരഞ്ഞു വെച്ച ഒരു ഫോണിൽ ഞാൻ പറഞ്ഞു, അത് നിർത്തിയാൽ ഇനി ഞാൻ മുന്നോളുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കൗൺസിൽ എടുക്കുന്നത് എല്ലാവരും വിമൻസ് റൈറ്റ്സിന്റെ ആൾക്കാരാണ്. സകലം വിമൻസ് റൈറ്റ്സ് എന്താ പറഞ്ഞു വെച്ചാൽ, ഭർത്താവിന് കൂടെ ജീവിക്കുന്ന രസമില്ലെങ്കിൽ വിട്ടേക്ക്, അടുത്തയാളെ കല്യാണം കഴിച്ച് നോക്കും. അതും ഉള്ളില്ലെങ്കിൽ അതും വിട്ടേക്ക്. കാരണം എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? എന്തിനാണ്? കാരണം അവർക്ക് പർപ്പസ് ഇല്ല ജീവിക്കുന്നതിന്. എൻജോയ്മെന്റ് എന്നുള്ളതല്ലാതെ വേറെ ഒരു പർപ്പസും ഇല്ല. ഇന്ന് പിള്ളേരുടെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ളതല്ലാതെ ജീവിതത്തിന് യാതൊരുവിധ പർപ്പസ്, എന്തിനു വേണ്ടിയാണ് ഈ ജീവൻ കർത്താവ് തന്നെന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധമില്ല. അതുകൊണ്ട് തന്നെ വിവാഹ ബന്ധങ്ങളെല്ലാം വല്ലാത്ത ഷേപ്പിലിരിക്കുന്നു. ഈ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഞാൻ 1990 ഉള്ള ഒരു ബുക്കിലത്തെ ഞാൻ വായിച്ചത്. ജീസസ് ആൻഡ് ദ ഇന്റലക്ച്വൽ എന്നാണ് ബുക്കിന്റെ പേര്. അത് എഴുതിയിട്ട് ക്യാമ്പസ് ക്രൂസൈഡ് സ്ഥാപിച്ച ബിൽ ബ്രൈറ്റ് എന്ന് പറഞ്ഞാണ്. അപ്പൊ അടുത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന അമേരിക്കയിലെ 5 കല്യാണം നടക്കുമ്പോൾ 2.5 കല്യാണം ഡൈവോഴ്സ് ആവും. കണക്കിന് ചോദിക്കുന്നത് അത് എന്താ പറയുന്ന, അതൊരു ശതമാനക്കണക്കാണ്. ശരിക്കും പറഞ്ഞാൽ 10 കല്യാണം നടന്നാൽ 5 കല്യാണം, 50-50 ഡൈവോഴ്സ് 5 വർഷത്തിനുള്ളിൽ. പക്ഷെ വീണ്ടും ജനിച്ചവരുടെ ഇടയിൽ ഇത് 2850 ഒരു പ്രാവശ്യം എന്താ നടക്കുന്നത്? ഡൈവോഴ്സ് നടക്കുന്നു. വീണ്ടും ജനിക്കാത്തവരിൽ 5 ഡൈവോഴ്സിൽ 2.5 എണ്ണം ഡൈവോഴ്സ് ആയി പോകുമ്പോൾ വീണ്ടും ജനിച്ചവരുടെ ഇടയിൽ 2840 കല്യാണങ്ങൾ നടക്കുമ്പോഴാണ് ഒരു ഡൈവോഴ്സ് നടക്കുന്നത്. ആ ബുക്കിൽ ഞാൻ വായിച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ന് അമേരിക്കയുടെ സ്ഥിതി മാറി, പെന്തക്കോസ്തുകാരുടെ സ്ഥിതി മാറി. ഈ പത്തനംതിട്ടയിലും തിരുവല്ലയിലും എല്ലാം ഇഷ്ടം പോലെ ഡൈവോഴ്സ് കേസുകളാണ്. ഡൈവോഴ്സ് ചെയ്യുന്ന ആൾക്കാരെ കിട്ടുന്നു. ഇന്നത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് മരണം നമ്മെ വേർപിരിക്കുന്നവരാണ് വിവാഹം. ഡൈവോഴ്സ് നമ്മളെ വേർപിരിക്കുന്നവരല്ല. ഡൈവോഴ്സ് ചെയ്താലും സ്വർഗത്തിലെ കരാർ റദ്ദാകുന്നില്ല. സ്വർഗത്തിലെ കരാർ റദ്ദാകണമെങ്കിൽ ഒരാൾ മരിക്കണം. അപ്പൊ ഇവിടുത്തെ കരാർ റദ്ദാക്കിയിട്ടുള്ള പോയി കല്യാണം കഴിച്ചാൽ ഇത് സംഭവിക്കും. സ്വർഗത്തിലെ കരാർ അനുസരിച്ച് ആദ്യത്തെ ഭർത്താവും ഭാര്യ തന്നെയായിരിക്കും അവിടെ ഉള്ളത്.
അപ്പൊ ഈ രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആളുമായിട്ട് ജീവിതകാലം വ്യഭിചാരം ചെയ്യാന്നുള്ളതല്ലാതെ ഒരു പ്രയോജനവുമില്ല. അപ്പൊ നിങ്ങൾ പറയും ഓൾറെഡി ഇങ്ങനെ സംഭവിച്ചു, ഈ അറിയത്തില്ലായിരുന്നു പാസ്റ്റർമാർ തന്നെയാണ് കല്യാണം നടത്തുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സംഭവിച്ചതൊക്കെ സംഭവിച്ചു. കർത്താവെ കൃപ തരണേന്ന് ചോദിച്ചു, കൃപയായിരിക്കാം. പക്ഷെ ഇനി മേലാൽ ഈ വചനം കേട്ട ശേഷം ഈ പണിക്ക് പോയാൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നിങ്ങളോട് അത് ചോദിച്ചോളൂ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ ഈ രസം അധിഷ്ഠിതമായ ജീവിതവും ക്രിസ്തുവിന്റെ ജീവനും തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. നമുക്ക് ഈ ആയുധങ്ങളെ കുറിച്ച് ഒന്നത് നോക്കാം. എന്താണ് ഈ ആയുധങ്ങൾ? എങ്ങനെയാണ് രണ്ട് പോരാടുന്നത്? ഒന്ന് ട്രൂത്ത് ആണ്. ഈ സർവായുധ വർഗത്തിൽ പ്രധാനപ്പെട്ട കാര്യം സത്യമാണ്. സത്യമാണെങ്കിൽ ട്രൂത്ത്. ഞാൻ നിങ്ങളോട് പറയുന്നത് ട്രൂത്തിന് യാതൊരു വിലയുമില്ലാത്ത ഒരു കാലമാണ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ ഇന്നലെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്നൊരു എക്സാമ്പിൾ പറയാൻ ശ്രമിക്കും. ഒരു മനുഷ്യൻ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ കുത്തി കുറിക്കുമല്ലോ, വെറുതെ ഇരിക്കുമ്പോൾ. ഇപ്പൊ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ഡെസ്കും പേപ്പറും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ഡെസ്കും ഒരു പേപ്പറും ഒരു പേനും തന്നായിരുന്നെങ്കിൽ ഈ പ്രസംഗം തീരുന്ന സമയത്ത് പലവിധ രൂപങ്ങൾ നിങ്ങൾ അതിനകത്ത് വരച്ചു വെച്ചാൽ ശരിയല്ലേ? ഈ ചില റെസ്റ്റോറന്റ് ചെല്ലുമ്പോൾ അവർ കുറെ കഴിഞ്ഞ ഫുഡ് തരുള്ളെങ്കിൽ അവർ ആദ്യം നിങ്ങൾക്ക് ഒരു പേപ്പറിനത് കളിക്കാൻ ഒരു ഗെയിമൊക്കെ വെച്ച് തരും. ശരിയല്ലേ? അറിയില്ലേ? അപ്പൊ ഇങ്ങനെ ഒരുത്തൻ ഇങ്ങനെ കുത്തി പെയിന്റ് കൊണ്ടാണ്. അവൻ പെയിന്ററാ. വെറുതെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോ കുറെ നോക്കിയപ്പോ എല്ലാ കളറും കുറച്ച് വീണുണ്ട്. അവൻ അവിടെ പേപ്പർ വെച്ചിട്ട് പോയി. വേറൊരുത്തം വന്ന് ഈ പേപ്പർ എടുത്ത് നോക്കിയപ്പോ അവന്റെ തലയിൽ ലൈറ്റ് അടിച്ചു. അവൻ പറയാണ്, എത്ര മനോഹരമായ ചിത്രം. ഇവൻ അറിഞ്ഞിട്ട് പോലില്ലേ സംഭവം എന്താണ്? വർണ്ണങ്ങളുടെ ഒരു മഹാസങ്കലനം. നോക്ക്, ഈ കറുത്ത കളർ നമ്മുടെ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കും. അപ്പുറത്ത് കാണുന്ന പച്ചപ്പ് നമ്മുടെ പ്രതീക്ഷകളാണ്. അങ്ങോട്ട് പോകാനുള്ള വഴി മരണം വരെ സംഭവിച്ചേക്കാം. ആ മരണമാണ് ഈ മഞ്ഞ കാണിക്കുന്നത്. ഇപ്പുറത്തുള്ള റെഡ് എന്താ കാണിക്കുന്നറിയോ? രക്തച്ചൊരിച്ചിലില്ലാതെ നമുക്ക് അഭിവൃദ്ധിയിലെത്താൻ പറ്റത്തില്ല. ആ പിക്ചർ ആലോചിച്ചെങ്കിൽ ഇത് വലിയ ഫേമസ് പിക്ചറായി. എഴുതിയവൻ വരച്ചവൻ ഇതൊന്നും അറിഞ്ഞതല്ല. ഇതിനെയാണ് നമ്മൾ പോസ്റ്റ് മോർണിംഗ്. അപ്പൊ വേറൊരുത്തും വന്നിട്ട് വേറൊരു രീതിയിൽ പറയാം, വേറെ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. കാരണം ഇത് എഴുതിയവൻ എന്ത് എഴുതി എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല, വായിക്കുന്നവൻ എന്ത് കിട്ടി എന്നുള്ളതാണ് പ്രശ്നം. മനസ്സിലായല്ലോ വ്യത്യാസം എന്താണ്? എഴുതിയവൻ എന്തെങ്കിലും എഴുതട്ടെ, നമുക്ക് അതുകൊണ്ടൊന്നും അറിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷെ വായിക്കുന്നവൻ എന്ത് കിട്ടി, ഇതാണ് പോസ്റ്റ് മോഡേണിറ്റി. അപ്പൊ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അത് നമ്മുടെ ഈ തെരുവ് നാടകങ്ങളൊക്കെ പണ്ട് നടത്തുമ്പോൾ അതിന് അന്തവും കുന്തവും ഇല്ല, എന്താ പറയുന്നത് നമുക്ക് അറിയത്തില്ല. അതിനർത്ഥം വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എടുത്തോ, അവർക്ക് ഇഷ്ടമുള്ള അവരെടുത്തോളൂ. നമ്മളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ എല്ലാവർക്കും അവരവരുടെ ശരികൾ. സത്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല. എന്താണ് സത്യം? അതിന്റെ ബാക്കിലൊന്നും ഇല്ല. അത് അവനവനെ പ്രയോജനം ചെയ്യും. ഓക്കെ, ഭൂമി എങ്ങനെ ഉണ്ടായത്? 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ സാറ് ചോദിക്കുമ്പോൾ ഭൂമി ഉണ്ടായത് ബിഗ് ബാങ് തിയറി വഴി. സൺഡേ സ്കൂളിൽ വരുമ്പം അതേ ഭൂമി ഉണ്ടായി യേശു കർത്താവ് പറഞ്ഞിട്ടാണ്, ദൈവം പറഞ്ഞിട്ടാണ്. ഏതാ സത്യം എന്ന് ആർക്കും ചോദിക്കരുത്. ഇവിടെ ഇത് ശരി, അവിടെ അത് ശരി, അവിടെ 5 മാർക്ക്, ഇവിടെ 5 മാർക്ക്. ട്രൂത്ത് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ബട്ട് വാട്ട് ഫിറ്റ്സ് ദാറ്റ് പർട്ടിക്കുലർ പ്ലേസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ സത്യത്തിന്റെ റിജക്ഷൻ ഈ അന്ത്യകാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ട്രൂത്ത് റിജക്ട് ചെയ്യപ്പെടുക. ദർ ഇസ് നോ വാല്യൂ ഫോർ ട്രൂത്ത്. അപ്പൊ മനുഷ്യർക്ക് ഏത് സാഹചര്യത്തിൽ ജീവിക്കാം. ഓക്കെ, അപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ മാത്രം. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ എന്റെ ഡിസ്കവറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് there is something absolute that we can trust. ഈ ക്രിസ്തുവിനെ കാണുന്നത് വരെ എല്ലാം ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ട്രൂത്ത് എടുക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ദ ഡോക്ട്രിൻസ് ആണ്, ദ ഡോക്ട്രിൻസ് ഓഫ് ദ ബൈബിൾ. ഓക്കെ, ആ വചനം നമ്മോട് പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന, ക്രിസ്തുവിലേക്ക് നയിക്കുന്ന, ട്രൂത്തിൽ നമ്മൾ എത്തിക്കുന്ന അത് കയ്യിൽ വേണം. കാരണം എന്താണ്? ഈ അന്ത്യകാലത്ത് ആ ഡ്രിഫ്റ്റ് സംഭവിക്കാതിരിക്കണമെങ്കിൽ we should be solid in truth, in the truth of the gospel. അടുത്ത എന്താണ്?
ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകണം. ആയുധങ്ങൾ നീതി, റൈച്ചസ്നെസ്. ഈ റൈച്ചസ്നെസ് എന്ന് പറയുന്നതിനകത്ത് പല വേർഷൻസ് ഓഫ് റൈച്ചസ്നെസ് ഉണ്ട്. എന്താണ് ശരിക്കുമുള്ള നീതി? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്താണ് ശരിക്കുമുള്ള നീതി? കേരളത്തിലെ, ഇന്ത്യയിലെ ഹിന്ദു കൺവേർഷൻ, അതായത് SC/ST കൺവേർഷൻ നടക്കുമ്പോൾ അവർക്ക് നേരത്തെ ഹിന്ദു മതത്തിലായിരിക്കുമ്പോൾ റിസർവേഷൻ ഉണ്ട്. പക്ഷെ ക്രിസ്തു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ റിസർവേഷൻ റൈറ്റ് ഇല്ലാതായി പോകും. അതുകൊണ്ട് ആന്ധ്രാപ്രദേശിലൊക്കെ ക്രിസ്ത്യാനികളാകുന്നവരും അവരുടെ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്ന് എഴുതി കാസ്റ്റ് ചെയ്താണ് വെക്കുന്നത്. കാരണം എന്താണ്? അല്ലെങ്കിൽ അവരുടെ റിസർവേഷൻ റൈറ്റ്സ് അവർക്ക് നഷ്ടപ്പെടും. ഇത് നീതിയാണോ അനീതിയാണോ? നിങ്ങൾ പറയാം. ഇതിനെതിരെ ഭയങ്കര സമരം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്തൊക്കെ. ഇപ്പോഴും എന്താ പരിവർത്തിത ക്രിസ്ത്യാനികളുടെ റിസർവേഷന്റെ മനലെന്തോ സംവരണ അവകാശങ്ങൾ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ്. നീതിയാണത്? ഗവൺമെന്റ് എന്താ പറയുന്നറിയോ? അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഹിന്ദു മതത്തിന്റെ ഒരു ഭാഗമാണ് കാസ്റ്റ്. അവർ ക്രിസ്ത്യാനി ആകുമ്പോൾ അവരുടെ കാസ്റ്റ് പോയോ? ക്രിസ്ത്യാനിയാകുമ്പോൾ എന്ത് സംഭവിച്ചതാണ് ഗവൺമെന്റ് പറയുന്നത്? ക്രിസ്ത്യൻ ഫെയ്ത്തിനകത്ത് കാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ക്രിസ്ത്യൻ ഫെയ്ത്തിനെതിരാണ്. അപ്പൊ ഏതാ നീതി? ഗവൺമെന്റ് പറഞ്ഞതാണോ? ഈ സമരം ചെയ്യുന്നവർ പറയുന്നതാണോ നീതി? നിങ്ങൾ പറയാം, ഏതാ നീതി? നമുക്ക് രണ്ട് ആംഗിളിൽ നോക്കാം. ഞാനൊരു പരിവർത്തിത ക്രിസ്ത്യാനിയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് നേരത്തെ റിസർവേഷൻ കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ക്രിസ്ത്യാനിയായി. ഞാൻ ഇതിനകത്തോട്ട് വന്നിട്ട് ഇവിടുത്തെ അച്ചായന്മാർ എന്നെ മൈൻഡ് ചെയ്യുന്നേയില്ല. അപ്പൊ ഞാൻ ഇപ്പോഴും അവർ കാസ്റ്റിലൂടെയാണ് എന്നെ കാണുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ നഷ്ടപ്പെട്ടു, അവിടെ നഷ്ടപ്പെട്ടു. പരിവർത്തനം എന്താ പറയുന്നത്? സംവരണം നഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ അച്ചായന്മാരൊന്നും അവരുടെ പെൺമക്കളെ എന്നെ കൊണ്ട് കെട്ടിക്കില്ല. നീയോ ജാതി മാറിപ്പോയി. ഇന്നലെ ഞങ്ങളുടെ സഭയിലെ 2 സഹോദരന്മാര് IPC ഒരു സെൻട്രൽ പാസ്റ്റ് എടുത്തു നിന്ന് പ്ലീഡ് ചെയ്തു. ഒരു പെൺകുട്ടി ഒരാളെ കല്യാണം കഴിക്കുന്നു, 2 പേരും വിശ്വാസികൾ, പെന്തക്കോസ്തുകാർ. ചെറുക്കന്റെ കാസ്റ്റ്, അതായത് ചെറുക്കന്റെ മതം ഹിന്ദു മതത്തിന് പണ്ട് കൺവേർട്ട് ചെയ്ത് വന്നവരാണ്. അപ്പന് കല്യാണം കൂടാൻ പോകണമെന്നുണ്ട്. അപ്പം പാസ്റ്ററാണ്, അപ്പന് കല്യാണം നടത്തണമെന്നുണ്ട്. പക്ഷെ സെൻട്രൽ പാസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ കല്യാണം നടത്തിയാൽ നിങ്ങൾക്ക് ഇനി സഭ തരികയില്ല. റീസൺ, PYPയിലൊക്കെ ആക്റ്റീവ് ആയിരുന്ന ഒരു കുട്ടി, സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചു പോയാൽ അത് ബാക്കി കുട്ടികൾക്ക് മോശം മാതൃകയുണ്ടാക്കും. നിങ്ങളൊന്ന് ഞെട്ടൽ തോന്നില്ല? അപ്പൊ ഇതിനകത്ത് വരുന്ന ഒരു ഹിന്ദുവിന്റെ അവസ്ഥ ആലോചിക്കും. എന്നോടൊരു ഹിന്ദു പെൺകുട്ടി അപ്പൻ എന്ന് പറഞ്ഞാണ്, എന്റെ മോൾക്കൊരു കല്യാണം ആലോചിക്കണം പാസ്റ്റർ. ഞാൻ പറഞ്ഞു, നോക്കാം, ഞങ്ങൾക്ക് അവൾക്ക് കല്യാണം ആലോചിക്കാൻ അറിയത്തില്ല. ആരെ അന്വേഷിക്കും? ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. നിങ്ങളൊന്ന് അന്വേഷിക്കോ? ഞാൻ നോക്കിയപ്പോ ഒരു അച്ചായനെ സമ്മതിക്കില്ല. പിന്നെ എവിടെ പോയി അന്വേഷിക്കും? പെൺപിള്ളേരാണ് വെളിയിൽ നിന്ന് കൂടുതലും വരുന്നത്. 30 വയസ്സായി 30 വയസ്സായി കല്യാണം കഴിക്കാൻ നിൽക്കുക. യേശുവിന്റെ ശരീരത്തെ പിന്നെയും സുറിയാനി ക്രിസ്ത്യാനി, ക്നാനായ ക്രിസ്ത്യാനി, ക്രിസ്ത്യാനി അല്ലാത്ത പുതു ക്രിസ്ത്യാനി ഇങ്ങനെ വിഭജിച്ചിട്ട് നുറുക്കി വെച്ചിട്ട് യേശുവിന്റെ അപ്പം ഒന്നാകൊണ്ട് പലരായ നാം പല ശരീരമാണെന്ന് പറഞ്ഞിട്ട് അപ്പം നോക്കിയിട്ട് ഒരു പോലെയാണ് മോതിരിട്ടവരൊന്നും അപ്പം എടുത്ത്. എന്തോ ഇത്? Don't you feel that anger inside you? ഈ തൂക്കിയിടുന്ന ആങ്കർ അല്ല. അവർക്ക് സംവരണം കൊടുക്കേണ്ട നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ്. കാരണം അവർക്കും വേണ്ട, ഇവർക്കും വേണ്ട, ആർക്കും വേണ്ട. എന്നാൽ പിന്നെ ഈ ഹിന്ദു സഹോദരന്മാരുടെ സുവിശേഷം പറയാൻ പോകാതിരിക്കണ്ടേ? അത് പോകും. കാരണം നമ്മുടെ ചർച്ചിലെ 10 പുതിയ ഹിന്ദുക്കൾ സ്നാനപ്പെട്ട ശേഷം അവരുടെ അവസ്ഥ ഇതൊക്കെ വെളിയിൽ പോയാണ്ടല്ലോ. കാര്യം വെളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം നാട്ടുകാർക്ക് അറിയത്തില്ല. പെന്തക്കോസ്തൽ സീക്രട്ടീവ് ആയുണ്ട്. ഇതിവിടുത്തെ BJPക്കാരെല്ലാം കണ്ടാണ്ടല്ലോ, ഇത് വലിയ കോലാഹലമാണ്.
ഇവിടെ ഇപ്പോഴും ഇതിനകത്ത് ജാതി വ്യവസ്ഥ ഉണ്ടെന്നും ഹിന്ദുക്കൾ ഇതിനകത്ത് അവഹേളനം അനുഭവിക്കുന്നു, അവരെ കൂട്ടുന്നില്ലെന്നും അവരെ കല്യാണം ആലോചിക്കുന്നില്ലെന്നും. പണ്ട് പാലക്കാട് DCC പ്രസിഡന്റും MP ഒക്കെ ആയിരുന്ന VS വിജയരാഘവൻ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞാണ്, എനിക്ക് ക്രിസ്ത്യാനിയോട് ഭയങ്കര ബഹുമാനമായിരുന്നു, ക്രിസ്തുവിനോടും ഭയങ്കര റെവറൻസ് ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒത്തിരി മക്കളെ, നായരാൻ തോന്നുന്നു, മക്കളെ ഇവർ കൺവേർട്ട് ചെയ്തു. എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല, കാരണം അവരവർക്ക് ഇഷ്ടമുള്ള അവർ തിരഞ്ഞെടുത്തു. പക്ഷെ അവർ ഇതുവരെ അവരുടെ കല്യാണം തന്നിട്ടില്ല. അവരതിനകത്ത് തിരിച്ചുപോയത് അനുഭവിക്കുകയാണ്. ഇതൊരു ലീഗൽ കാര്യം പോലെ. ആ പാസ്റ്റർ എന്താ ഈ സെൻട്രൽ പാസ്റ്റർ ഇന്നലെ ഞങ്ങളുടെ സഹോദരനോട് പറഞ്ഞത് കേട്ടാ നിങ്ങൾ യൂട്യൂബ് ഇത് പാപമാണെന്ന് പറയും. ജാതിയിൽ ഇടകലരുതെന്ന് പഴയ നിലയിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ. എന്നിട്ട് ഇങ്ങനെ കല്യാണം നടത്തി നിങ്ങൾക്ക് എല്ലാം ശാപമെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ക്രിസ്തുവിന്റെ സഭയുടെ അവസ്ഥ. അപ്പൊ നമ്മൾ ഈ ലോകത്തോട് പോരാടുവോ? ട്രൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ നമുക്കിത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളില് വരണം, കർത്താവേ എന്റെ മക്കളുടെ വിവാഹം നടക്കുമ്പോൾ ദൈവഹിതമാണോ എന്ന് മാത്രമേ ഞാൻ നോക്കുള്ളൂ. അത് നിങ്ങൾ ഉള്ളോട് വരണം, പേടിച്ചു പോരുത്. ഈ വെള്ളം കൂടെ കുടിക്കട്ടെ. നിങ്ങളാണ് ഞാനാണ് വെള്ളം കുടിക്കുന്നത്. ഓക്കെ, അപ്പോ സത്യം, നീതി. അപ്പൊ നീതിയാണെന്നുള്ളൊരു ചോദ്യം. എന്താണ് ദൈവത്തിന്റെ നീതി? അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, വേർപാടിന് നടിച്ചു ഒരുക്കിച്ചു കളഞ്ഞു, സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി ഒരു ഒറ്റ ജനമാക്കി മാറ്റി. ഇത് കർത്താവ് ചെയ്ത പണിയാണ്. അപ്പോൾ ഇവിടെ നീതി എന്താണ്? ദൈവത്തിന്റെ കയ്യിൽ മാത്രം നീതിയുള്ളൂ. ഗവൺമെന്റിന്റെ കയ്യിലുമില്ല, നമ്മുടെ കയ്യിലുമില്ല, ഈ നീതിക്ക് വേണ്ടി കൊടി പിടിക്കുന്നവരുടെ കയ്യിലുമില്ല. ദ റൈച്ചസ്നെസ് ഈസ് വാട്ട് ജീസസ് വുഡ് ഡു. അത് മാത്രമാണ് നീതി. അതാണ് അബ്സല്യൂട്ട് റൈച്ചസ്നെസ്. നമുക്ക് അബ്സല്യൂട്ട് റൈച്ചസ്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ, ആപേക്ഷികമല്ലാത്ത നീതിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ക്രൈസ്റ്റ് ഈസ് ദ റൈച്ചസ്നെസ്. ഇത് നമുക്ക് വേറൊരു വാക്യം കൊണ്ട് നമുക്ക് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. യോഹന്നാൻ 16-ന്റെ 8. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന്. അപ്പൊ ഏത് നീതിയാണ് നമുക്ക് നോക്കാം ഇവിടെ പറയുന്നത്? ഏത് നീതിയാണ്? 9-ാം വാക്യം വായിച്ച്. അവർ വിശ്വസിക്കായതുകൊണ്ട് പാപത്തെക്കുറിച്ചും. അടുത്തത്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും ഇനി നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. അപ്പൊ എന്താ നീതി? യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീതി എന്താണെന്ന് അറിയാൻ നമുക്ക് കർത്താവിനെ നോക്കിയാൽ മതിയായിരുന്നു. എന്നാൽ കർത്താവ് പിതാവിന്റെ അടുക്കിലേക്ക് പോയപ്പോൾ നമുക്ക് ആരെ നോക്കാനാണ്? ആരുമില്ല. അപ്പൊ കർത്താവ് പറയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളോട് പറയും നീതി എന്താണെന്ന്. അതല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ മതിയായിരുന്നു. അപ്പൊ എന്തോ നീതി? ഇഫ് ജീസസ് വേർ ഇൻ മൈ പ്ലേസ് what would he do? അതാണ് righteousness. മനസ്സിലായോ? If Christ were in my place, what would he do? യേശുക്രിസ്തു എന്റെ സ്ഥാനത്ത് നിൽക്കുകയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? That is the only definition for righteousness in the Bible. ഒരു നീതിയുടെ നിർവചനവും പെർഫെക്റ്റ് അല്ല. ഇതാണ് 10-ാം വാക്യത്തിൽ പറയുന്നത്. 10-ാം വാക്യമല്ലേ? ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും ഇനി നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. അപ്പം ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ വന്നിട്ട് പറയും, 21-ാം നൂറ്റാണ്ടിൽ ദുബായിൽ 6-ാം നമ്പർ കെട്ടിടത്തിൽ, എത്ര നമ്പർ ഹോള്? F1 കെട്ടിട ഹാളിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നെന്റെ ഉള്ളിൽ വെളിപ്പാട് തരുന്ന പണിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പൊ ചെയ്യുന്നത്. ആ നീതിയിലേക്കാണ് എന്നെ നടക്കുന്നത്. വാട്ട് വുഡ് ജീസസ് ഡു? ഓക്കെ, ദാറ്റ് ഡിഫൈൻസ് റൈച്ചസ്നെസ്. അപ്പൊ നമ്മൾ ആരും അവിടെ എത്തിയിട്ടില്ല. ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ആരും എത്തിയിട്ടില്ല. ഞാൻ റോമാലേഖനോട് പറഞ്ഞപ്പോ പറഞ്ഞത് എങ്ങനെ നമ്മൾ എത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നായിട്ട് എനിക്ക് ഓർക്കുന്നുണ്ട്. അതായത് വിശ്വാസത്താൽ എത്തുന്നത്. വിശ്വാസത്താലാണ് നീതിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ നീതിയും വിശ്വാസവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഐ നോ ദ ലോർഡ് വിൽ ഗിവ് മീ ഹിസ് റൈച്ചസ്നെസ്. 1 കൊരിന്ത്യർ ലേഖനം 1:29-30 എന്താ പറയുന്നത്?
നാമോ അവനാൽ നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. ഹി ബിക്കെയിം മൈ റൈച്ചസ്നെസ്. ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് അല്ല, ക്രിസ്തു എന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ റൈച്ചസ്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതെങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഗലാത്യർ 2:20 വന്നാൽ അവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അപ്പൊ ക്രിസ്തു നമ്മൾ വസിക്കുമ്പോൾ നീതി നമ്മൾ നിറവേറും. ഇനി വിശ്വാസം എങ്ങനെയാണ് ഈ നീതിയുമായിട്ട് കണക്കാന്ന് നോക്കാം. അടുത്ത വാക്യത്തിൽ അതുണ്ട്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ഈ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഫെയ്ത്ത് ലൈഫ്? ഞങ്ങൾ മിഷണറിമാരോട് ഈ ഫെയ്ത്ത് ലൈഫിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത്, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴും പറഞ്ഞ ഉത്തരമാണ് വിശ്വാസത്താലേ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കാശ് ആരോടും ചോദിക്കാറില്ല, ഞങ്ങൾ അങ്ങനെ ആരോടും എന്താ പറയുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാറില്ല. ദൈവം ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തുന്നു, കാശ് തരുന്നു, മിഷണറികളെ സഹായിക്കുന്നു, വേണ്ടതെല്ലാം തരുന്നു. ഓക്കെ, രോഗം വരുമ്പോൾ ഞങ്ങൾ ആശുപത്രിയിൽ പോകാറില്ല, ദൈവം ഞങ്ങളെ സൗഖ്യമാക്കുന്നു. വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതാണ് സാധാരണഗതിയിൽ വിശ്വാസ ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണോ? ആണോ? നിങ്ങൾ അതും മിണ്ടുന്നില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ വിശ്വാസ ജീവിതം ശരിക്കും അതല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്. ഈ രണ്ടു വാക്യം ഒന്നിച്ച് വെച്ചില്ല, 20 വാക്യം തന്നെ ഫുൾ. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ നോക്കി, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നെ നോക്കി, ഞാൻ ക്രൂശിലാണോ കിടക്കുന്നത്? നോക്കിക്കേ, ഞാനിവിടെ ചുമ്മാ നിൽക്കുമല്ലേ? ക്രൂശിലാണോ ഞാൻ കിടക്കുന്നത്? അല്ല. ഇവിടെ പറഞ്ഞേക്കുന്നത് ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. നിങ്ങൾ എന്നെ നോക്കി, ഞാനാണ് ക്രിസ്തുവാണ് ജീവിക്കുന്നത്. നിങ്ങൾ ആരെ കാണുന്നത്? തുറന്നു പറഞ്ഞു, എനിക്ക് വിഷമമൊന്നുമില്ല. ആരെ കാണുന്നത്? ഒരു പൗലോസ് എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു. അത്ര നാട്ടുകാരല്ല ആരെയാ കാണുന്നത്? അല്ല, പൗലോസിനെ തന്നെ കാണുന്നത്. പൗലോസ് ക്രൂശി കിടക്കുന്നതാണോ കാണുന്നത്? അല്ല. അപ്പൊ പിന്നെ എന്തോ ഈ പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം? അടുത്ത വാക്യം, ഞാൻ ഇപ്പോൾ ഈ ശരീരത്തിൽ തന്നെ ജീവിക്കുന്നത്. ഈ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്റെ ജീവനെ തന്ന ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. അപ്പൊ എന്റെ ക്രൂശീകരണവും യേശു എന്റെ പകരക്കാരനായി വരുന്ന എവിടെയാ? കാഴ്ചയിലല്ല, വിശ്വാസത്താൽ. അപ്പൊ വിശ്വാസ ജീവിതത്തോടെ എനിക്ക് എന്താ ലഭിക്കുന്നത്? കാശല്ല, സൗഖ്യമല്ല, ക്രിസ്തുവിനെ തന്നെയാണ്. ക്രൈസ്റ്റ് ബിക്കംസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് ത്രൂ മൈ ഫെയ്ത്ത്. ഈ ഫെയ്ത്തിലേക്കാണ് നമ്മൾ ഈ അന്ത്യകാല പോരാട്ടങ്ങളിൽ എത്തേണ്ടത്. എന്താണ് ഫെയ്ത്ത്? ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് തന്നെയാണെങ്കിലും ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. കാരണം ഞാൻ ഫെയ്ത്തിലാണ് ജീവിക്കുന്നത്. ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാനല്ല, ക്രിസ്തു. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഈ അന്ത്യകാലത്തെ ഓട്ടത്തെ അതിജീവിക്കാൻ, ഈ ഡ്രിഫ്റ്റിനെ അതിജീവിക്കാൻ നമുക്ക് കറക്റ്റ് ഫെയ്ത്ത്, ട്രൂത്ത്, ഡോക്ട്രിൻസ് ആവശ്യമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് റൈച്ചസ്നെസ്. എന്തൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അല്ലെ? ട്രൂത്ത് ആൻഡ് റൈച്ചസ്നെസ്. അടുത്ത എന്താണ്? നീതി എന്ന കാര്യം സമാധാന സുവിശേഷത്തിലുള്ള ഒരുക്കം. അപ്പൊ ഈ ആൾക്കാരെ തടഞ്ഞു നിർത്താനുള്ള ഒരേ ഒരു വഴി എന്താണ്? ഈ അന്ത്യകാലത്തെ ഈ ഒഴുക്കിൽ നിന്നും നാശത്തിൽ നിന്നും തടഞ്ഞു നിർത്താനുള്ള ഒരേ ഒരു വഴി സുവിശേഷം പറയാവുന്നതാണ്. ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ പറയും, എന്തു ഞാൻ പകരം നൽകും. അതിനകത്ത് വേറൊരു പാട്ടുണ്ടല്ലോ, ലോകമെങ്ങും പോകും സുവിശേഷവുമായി. കേട്ടില്ല? അത് ലോകത്തെങ്ങും പോകണ്ട, നിങ്ങൾ അടുത്തുള്ള ആളോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കർത്താവിന് പറഞ്ഞ ലോകം മുഴുവൻ പോകുന്നു. ലോകം മുഴുവൻ പോകുന്ന കാര്യം പോട്ടെ, ഈ അടുത്ത അയൽവക്കത്തെ ആളുകളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? പക്ഷെ പാടുന്ന ഡെഫായിട്ട് നമ്മളങ്ങ് പാടും. ഈ അന്ത്യകാലത്ത് ഈ വീഴ്ചകൾക്കെതിരെ നിൽക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ആയുധം നമ്മുടെ മക്കളെങ്കിലും ഈ സുവിശേഷം കൃത്യമായിട്ട് കേൾക്കണം എന്നുള്ളതാണ്. ഐ വിൽ കം ടു ദ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. എന്താണ് നമ്മൾ ശരിക്കും വിശ്വസിക്കേണ്ട
ആ ക്രിസ്തീയ ലോക വീക്ഷണം, ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, ഭരണാധികാരികളെ കാണുന്നത്, അനുദിന ജീവിതത്തെ കാണുന്ന അയൽക്കാരനെ കാണുന്നത്, എങ്ങനെയാണ് ശാസ്ത്രത്തെ കാണേണ്ടത്. വി നീഡ് ടു ഡെവലപ്പ് എ വ്യൂ അബൌട്ട് ദ വേൾഡ്. അതിനാണ് നമ്മൾ വേൾഡ് വ്യൂ എന്ന് പറയുന്നത്. യു വിൽ കം ടു ഇറ്റ്. ഇത് ഫൗണ്ടേഷൻസ് ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സുവിശേഷം പറയാനുള്ള ഒരുക്കം, എല്ലാത്തിനും മീതെ വിശ്വാസം, രക്ഷ, ദൈവവചനം, അല്ലെ? ഇതൊക്കെയല്ലേ ആയുധങ്ങൾ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജാഗരിച്ചും കൊണ്ട് സ്ഥിരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പറയുന്നത്. ഇത്രയും ആയുധങ്ങളെ കുറിച്ചാണ് ഈ സർവായുധ വർഗം എന്ന് പറയുന്നത്. ഇതെല്ലാം പരസ്പര പൂരകങ്ങളും ഒന്നിച്ചു നിൽക്കുന്നതാണ്. വിശ്വാസം, നീതി, അല്ലെ? പിന്നെന്താണ്? സുവിശേഷം, സത്യം, പ്രാർത്ഥന, ഇതെല്ലാം ഒന്നിച്ചു നിൽക്കുന്നതാണ്. പക്ഷെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ ആയുധം പ്രയോഗിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെയാണ് മുറിയുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം. നിങ്ങളുടെ പ്രാർത്ഥന ലിസ്റ്റ് എടുത്ത് നോക്കി, അതിനകത്ത് ഈ ഒഴുക്കിനെ തടയുന്ന എന്തെങ്കിലും ഉണ്ടോ? അത് ഒഴുകി പോവാണ്. ഞാൻ പ്രാർത്ഥന ഒന്നിന്റെ എക്സാമ്പിൾസ് പറയാം. കർത്താവ് എന്റെ മക്കളുടെ വിസ തടയുന്ന അന്ധകാര ശക്തികളെ ശാസിക്കുന്നു. നമ്മൾ ആരുടെ കൂടെ പോകുന്നേ? ഒഴുക്കിനത്ത് പോകല്ലേ? ആണോ? പണ്ട് ഞാൻ തൃശ്ശൂരിൽ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു ആന്റി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പ്രസംഗം ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോഴെനിക്ക് മനസ്സിലായി ഒരു വകയെ മനസ്സിലായില്ല. ഞാൻ ഇത്രയും നേരം നന്മതിന്മകളെ കുറിച്ച് നല്ലതെന്ന് പറയുന്നത് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. അവർക്ക് മനസ്സിലായില്ല. 9:30 തുടങ്ങിയ പ്രസംഗം 3:30 ആയപ്പോഴും തീർന്നു. 1:30 ആയപ്പോൾ എനിക്ക് വിശപ്പ് തോന്നി. ഞാൻ പറഞ്ഞു നിർത്താൻ പറഞ്ഞു, പോട്ടെ എന്ന് പറഞ്ഞു. അന്ന് കുറച്ചുകൂടെ യങ്ങായിരുന്നു, അത് കുഴപ്പമില്ല. അങ്ങനെ 3:30 ആയപ്പം പ്രസംഗം തീർന്നു. ഈ സഹോദരി എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നല്ല പ്രസംഗമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനൊരു സംശയം ചോദിച്ചു. എന്റെ മകന് അമേരിക്കയിലും കാനഡയിലും പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. എവിടെ പോകുന്നതാണ് ദൈവദിനം എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ എവിടെ നാളെ പോകേണ്ടതെന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് അറിയത്തില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഈ പടി വെക്കുന്നത് എവിടാന്ന് മാത്രം കാണിക്കാൻ മാത്രമേ പറയാറുള്ളൂ. കാരണം അടുത്ത പടി ദൈവം തീരുമാനിച്ചു. പടി ഇല്ലേനും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, എന്റെ ആന്റി മുകളിലോട്ട് പോകുന്നതാണ് ദൈവഹിതം എന്ന് എനിക്കറിയാം. സൈഡിൽ എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. എന്റെ പണി അതല്ല. എന്റെ പണി നിങ്ങളെ കാനഡയിൽ അമേരിക്കയിൽ വിടാനുള്ള ഉപദേശം തരാൻ എന്റെ കയ്യിൽ പുസ്തകവും ഇല്ല, പണിയും ഇല്ല, വിവരവും ഇല്ല. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരിൽ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റിനെ, ജോബ് കൺസൾട്ടന്റിനെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എങ്ങോട്ടാ പോകേണ്ടത്. പുള്ളിക്കാരനെ ദേഷ്യത്തിൽ നിന്ന് നോക്കി. അവർക്ക് വേണ്ട സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒഴുകി പോകുന്നതാണ്. അപ്പൊ ഞാൻ പറയാൻ എനിക്ക് അറിയത്തില്ല എന്നുള്ള അവർ എന്ത് ചെയ്യണം? വലിയ പ്രസംഗം 6-7 മണിക്കൂർ പ്രസംഗം, ഒരു വെളിപ്പാടുമില്ല. എന്റെ മകനെ കാനഡയിൽ വിടണം, അമേരിക്കയിൽ വിടണം ചോദിച്ചാൽ അറിയാൻ വയ്യാത്ത മാസ്റ്ററാണ് ഇവിടെ വെളിപ്പാടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന് എന്ന് അവർ ചിന്തിക്കുള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് ലൈഫ് അതാണ്, പ്രേയർ അതിനു വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങൾ, ഒരു റിവേഴ്സ് പ്രേയറിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് നിങ്ങൾ ഒഴുക്ക് തടയാൻ വേണ്ടി വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് പ്രേയിങ് ഇൻ അനദർ ഡയറക്ഷൻ, against the flow. എങ്ങനെ പ്രാർത്ഥിക്കാം? ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു വീട്ടിൽ പ്രസംഗം പറഞ്ഞ 4 പേരുള്ളൂ. അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര പറഞ്ഞ അവർക്ക് മനസ്സിലാകുന്നില്ല. 8 വർഷമായിട്ട് മനസ്സിലായിട്ടില്ല, 10 വർഷമായിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്താ പറയുന്നത്. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രാർത്ഥന രാത്രി 3:30 വരെ ഇവർ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. 3:30 എനിക്ക് കിടക്കണം, ഭയങ്കര ടയർഡായി കിടന്നു. 4 മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റ് 4:30 ഓടിപ്പോയി വേങ്ങര എക്സ്പ്രസ് കയറി തിരുവല്ല വന്നിരുന്നു. തിരുവല്ലായപ്പോഴത്തെ ഫോൺ വന്നു, പാസ്റ്ററെ എന്തോ രാവിലെ പ്രാർത്ഥിക്കാൻ എന്നിട്ട് പ്രാർത്ഥിക്കാൻ ഒന്നും കിട്ടുന്നില്ല, വിഷയങ്ങളെല്ലാം ആവുകയായി. കർത്താവെ ജോലി തന്നെ വരുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നോക്കിയാൽ നീ മറ്റു കാര്യങ്ങൾ നോക്കാൻ പറയും. വിടുതൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഞാൻ വിടുതൽ വന്നതല്ലേ എന്ന് വിശ്വസിക്കാൻ പറയും. ആകെ പ്രശ്നമായി. എന്ന് പറഞ്ഞാൽ ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? പിന്നെ ഞാൻ അവിടുത്തെ തിരുവല്ലയിലെ പ്രസംഗം കഴിഞ്ഞ് 2 മണിക്കൂർ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ ട്രിവാൻഡ്രത്തിലേക്ക്. കാരണം പ്രാർത്ഥന മുട്ടിപ്പോയപ്പോൾ എന്നെ ഞാൻ വിട്ടു. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ ഈ ബൈബിൾ ഒന്ന് വായിച്ചു. ഫോർ എക്സാമ്പിൾ എഫേസ്യ ലേഖനം ഏതെങ്കിലും ഒരു വാക്യം വായിച്ചു, അതിനകത്തൊരു 10 പ്രാർത്ഥന പോയിന്റുകൾ എങ്കിലും കാണും. എക്സാമ്പിൾ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ എന്ന പോലെ സകലത്തിലും കീഴ്പ്പെട്ടിരിക്കും. ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞെങ്കിലും. ഒരു ദിവസം ഒരു സഹോദരി പറഞ്ഞ, പാസ്റ്റർ ഈ 2018 അന്ന് പറഞ്ഞ ഈ ഒരു വർഷം മുഴുവൻ
സബ്മിഷൻ എന്താണെന്ന് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് പഠിക്കാൻ വേണ്ടി എനിക്ക് എന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രയർ ഫോർ സാങ്ക്ടിഫിക്കേഷൻ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കുക. പ്രാർത്ഥിക്കാൻ വിഷയമായി, ഭയങ്കര വിഷയമായി. കാരണം ഭർത്താവ് നോക്കുമ്പോ എങ്ങനെ ഇവര് നോർമലായിട്ട് പോലും സ്നേഹിക്കാൻ പറ്റില്ല. ഇവരെ കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കണമെങ്കിൽ ഈ കർത്താവ് എങ്ങനെ സ്നേഹിച്ചത്? അതാണ് അതിനകത്ത് രസം. കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ മണവാട്ടി അതിനകത്തൊരു യൂത. പിതാവ് കൊടുത്ത മണവാട്ടിയാണ്. ആദമിന് കിട്ടി. ആദം രാത്രി മുഴുവൻ ഉറങ്ങിക്കിടുന്നു, ആദമിന്റെ മണവാട്ടി കിട്ടി. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, യേശുവിനൊരു മണവാട്ടി കിട്ടി. മണവാട്ടി കിട്ടിയുള്ളൂ, മണവാട്ടി പൂർണ്ണ വളർച്ച എത്തി വരുന്നേ. ഈ മണവാട്ടി നോക്കിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ബൈബിൾ അവിടെ എവിടെ സെമിനാരി പോയി ഗമാലിയന്റെ കോളേജിലൊക്കെ പോയി അവിടെയുള്ള ബെസ്റ്റ് 4 പേര്, പിന്നെ യുദ്ധം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള 5-6 പട്ടാളക്കാര്, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമായിരുന്നു. ഇന്നൊരു 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയാണ്. യൂത്ത് ഡിപ്പാർട്ട്മെന്റ്, ന്യൂസ് ഡിപ്പാർട്ട്മെന്റ്, ചിൽഡ്രൻസ് ഒന്നുമില്ല. ഇന്ന് പറയുന്ന കാര്യം നാളെ പറയാത്ത പത്രോസ്, ഒന്ന് കേട്ടാൽ 2-ന് വാളെടുക്കുന്ന എഴുതാരനായി ശിമോൻ, ആദ്യ ദിവസം മുതൽ പൈസ അടിച്ചു മാറ്റുന്ന യൂദാ. ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ. എനിക്കത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് യൂദായോടുള്ള കർത്താവിന്റെ പെരുമാറ്റമാണ്. യൂദാ കള്ളനാന്നുള്ള കാര്യം യൂദായ്ക്കും കർത്താവിനും അല്ലാതെ 3-മതൊരാൾ. പിള്ളേരുടെ പറഞ്ഞാല് നമ്മൾ 4 പേരല്ലാതെ 3-മതൊരാൾ അറിയതെന്ന് പറഞ്ഞാല് കർത്താവിന് യൂദായ്ക്ക് മാത്രമേ അറിയുള്ളൂ. യോഹന്നാൻ നെഞ്ചോട് ചേർന്നിരുന്നപ്പോ കർത്താവ് പറഞ്ഞില്ല, യൂദായെ സൂക്ഷിച്ചോണേ മോനെ, അവൻ നമ്മളെ എല്ലാം പാരം വലിക്കാണ്ട് അവന്റെ കയ്യിലോട്ട്. കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പത്രോസിന് പറഞ്ഞില്ല, നമ്മുടെ കയ്യിലുള്ള കാശ് മുഴുവൻ യൂദായുടെ കൊടുത്താൽ നമ്മൾ അവസാനം ടാക്സ് അടയ്ക്കണമെങ്കിൽ വല്ല മീൻ്റെ വാ തുറന്നു നോക്കേണ്ടി വരും, സൂക്ഷിക്കണം, മുഴുവൻ അടിച്ചു മാറ്റുന്നുണ്ടെന്ന് ആരും പറഞ്ഞില്ല. കർത്താവ് ഒരാൾക്കും നമ്മളെ പറഞ്ഞ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ, അവൻ അത്ര പ്രശ്നത്തിലാണ്. നിങ്ങളോട് മാത്രം പറഞ്ഞിട്ടില്ല, ആരും പറയരുത്. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ സത്യസന്ധരാണ്. നമ്മൾ ആരും പറഞ്ഞാലും വേറെ ആരും പറയരുത്, പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പറയും. അപ്പോ അവസാനം കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരാളെ ഒറ്റിക്കൊള്ളു. അപ്പൊ ഈ യോഹന്നാൻ ചിന്തിക്കും, ഞാനാണ് കർത്താവ്. പത്രോസിക്ക് ഞാനാണ് കർത്താവ്. ഇവന്മാരാരും ഒരാൾ പറഞ്ഞ അവൻ അത് അവനായിരിക്കും. എന്നൊരു സൂചന പോലും ഇല്ല. ഇവർ കള്ളനാന്നൊരു സൂചന അല്ല. ആരും പറഞ്ഞേ? കർത്താവ് പറഞ്ഞപ്പോഴേ പറഞ്ഞു അത് യൂദാ ഇസ്കറിയോത്തെ കുറിച്ചായിരിക്കും. പക്ഷെ അങ്ങനെ ആർക്കും സംശയം. കാരണം അത്രയും കർത്താവ് പ്രൊട്ടക്ട് ചെയ്തായിരുന്നു. ഈ ഭാര്യയുടെ കുറ്റങ്ങളെ പ്രൊട്ടക്ട് ചെയ്തായിരുന്നു. മണവാട്ടി എങ്ങനെ സ്നേഹിച്ചത്? ഈ മണവാട്ടിയെ വിശുദ്ധയും നിർമ്മലയുമാക്കാൻ വേണ്ടി, പിതാവിനുള്ളിൽ വെക്കാൻ വേണ്ടി, ഈ തല തിരിഞ്ഞ മണവാട്ടിക്ക് വേണ്ടി മരിച്ചു, രക്തം ഒഴുക്കി മരിച്ചു. ഭർത്താക്കന്മാർക്ക് പ്രാർത്ഥിക്കാനുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇതാണ് പ്രേ വിത്ത് ദ വേർഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും പുതിയ നിയമത്തിൽ ഒരു ലേഖനം എടുത്തിട്ട് നിങ്ങളൊരു, ഞാൻ പറയുന്നത് ഈ സഭ തന്നെ മാറിപ്പോവും. അടുത്ത പ്രാവശ്യം ഒരു ബി ചർച്ച ആയിരിക്കില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. കാരണം ആ പ്രെയർ അങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ ആ ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ, നിങ്ങളൊന്ന് ആലോചിച്ച്, ഇങ്ങനെ കർത്താവിന് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവിന് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ലേ? ആയിരിക്കും. അതേസമയത്ത് കർത്താവ് ഇത്രയും നാൾ നീ തരാം എന്ന് പറഞ്ഞ വിടുതൽ എവിടെ ചോദിച്ചിട്ടില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ദൈവമായിട്ട്. അവിടെ ചെന്ന് കർത്താവ് പിതാവിനോട് സംസാരിക്കാന്ന് വിചാരിച്ചു. ഇതൊരു സങ്കല്പമാണ്, അവന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം പരസ്പരം അറിയാമല്ലോ. നീ ഈ ചേച്ചിന്റെ പ്രാർത്ഥനയില്ലേ കേൾക്കുന്നത്? അവൻ എന്താ പറയുന്നത്? അവന് നമ്മൾ വിസയുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇത്ര മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. 2 വർഷം കൂടെ നോക്കാൻ പിതാവ്, ഇവൻ നന്നാവുമെന്ന് അറിയത്തില്ല ഇപ്പോഴും. അപ്പൊ കർത്താവ് മധ്യസ്ഥൻ എന്നുള്ള നിലയിൽ ഹീസ് അഷെയിംഡ് ഓഫ് അവർ പ്രേയേഴ്സ്. ഈ തിരിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ the whole equation will change. ഞാൻ പറഞ്ഞു, നമ്മുടെ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഈ തിരിച്ചുള്ള പ്രാർത്ഥന. ഏത് തിരിച്ചുള്ള? നമ്മളിപ്പോ പോകുന്ന കോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വിസ ക്യാൻസൽ ആവണേ. അങ്ങനെയല്ല. കർത്താവെ നിന്റെ ഇഷ്ടം എന്താ അത് നടന്നാണ്. ഇതിനകത്ത് എന്റെ ഇഷ്ടം നടപ്പായി എന്റെ ജീവിതം കുളമായിരുന്നു. വാട്ട് യു വാണ്ട്. എനിക്ക് എന്ത് നീ ചെയ്താലും കുഴപ്പമില്ല, എന്നെ ക്രിസ്തുവിനെ പോലെ ആക്കി. കാരണം ഏത് നിമിഷം ഞാൻ കർത്താവിന് നിൽക്കേണ്ടി വരും. അങ്ങനെ നിൽക്കേണ്ടി വരുമ്പോ ഞാൻ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിൽക്കണമെങ്കിൽ എനിക്ക് ക്രിസ്തുവിനെ പോലെ ആവേണ്ടി വരും. ബാക്കി ഒന്നും അവിടെ കൗണ്ട് ചെയ്തില്ല.
നമ്മുടെ കർത്താവ് നിത്യതയിലേക്ക് വർദ്ധിച്ചു വരുന്ന ആഹാരം. ഇപ്പൊ ഏത് വാക്കെടുത്താലും നിങ്ങൾക്ക് സാധിക്കും. നമ്മളടുത്ത പോരാട്ടത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, വിശുദ്ധിയെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നമുക്ക് ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായി വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങളുടെ വിഷയങ്ങൾ പറയുന്നതിന്റെ കൂടെ അത് ഒഴിവാക്കണം ഞാൻ പറയുന്നില്ല, ഒരു 10 മിനിറ്റെങ്കിലും ഒരു വേദഭാഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ വിശുദ്ധീകരണത്തിന്റെ വേദപാഠങ്ങളിൽ നിന്ന് അത് കോട്ട് ചെയ്ത് വായിച്ച് മാർക്ക് ചെയ്ത് ബൈബിളിലല്ല പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന ഒരു ആയുധമായിട്ട് മാറും. ശരിയാണെന്ന് ആലോചിച്ച് ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഈ ആയുധങ്ങൾ വെച്ച് പോരാടാൻ പറയുന്നത് അയൽപക്കത്തെ കൂടോത്രത്തെയാണോ? ആണോ? അല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുകയും ആ ബാബിലോൺ അന്ത്യകാലത്ത് വലിയ പെർസിക്യൂഷനിലേക്ക്, ദൈവജനത്തെ വലിയ പെർസിക്യൂഷനിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള, അതിനോട് നമ്മള് കർത്താവിന്റെ അടുത്ത് തീരുമാനിക്കുക. അതല്ലാത്ത വിഷയം. ഈ മർമ്മം, അധർമ്മത്തിന്റെ മർമ്മം, ഈ അധർമ്മത്തിന്റെ മർമ്മം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു? നമ്മൾ മരിക്കോ പോവോ, അവിടെ ഉണ്ടാവുമോ, യുദ്ധം ചെയ്യുമോ, അതൊന്നും നമുക്കറിയാം. അതല്ല വിഷയം. ബിക്കോസ് ദ മർമ്മം ഈസ് സ്റ്റിൽ ദയർ. വിച്ച് മർമ്മം? അധർമ്മത്തിന്റെ മർമ്മം. ഇതിനെതിരെ പോരാടണമെങ്കിൽ, കാരണം ലോകം അതിവേഗം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇസ്രായേലിനെ എന്താ പറയുന്നത്, മറ്റവരൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നോക്കിയിരിക്കേണ്ടത് ഈ ശാസ്ത്ര മണ്ഡ്രാവിൽ ഇത് വരുന്നതാണ് ദ ഗ്രേറ്റസ്റ്റ് ഒബ്സ്റ്റക്കിൾ കർത്താവിന്റെ കാര്യത്തിൽ. ഒന്ന് ആലോചിച്ച് എതിർ ക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെ ബൈബിൾ പറയുന്നത്? ബുദ്ധിയുള്ളവർ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കല്ലേ, അതൊരു മനുഷ്യന്റെ സംഖ്യ. ബാബിലോൺ പട്ടണത്തെ കുറിച്ച് എന്താ പറയുന്നത്? അവിടെ മ്ലേച്ഛത വ്യാപാരങ്ങൾ, അത് പിശാചാണോ മ്ലേച്ഛത വ്യാപാരം നടത്തുന്നത്? മനുഷ്യന്റെ വ്യാപാരമാണിത്. ശരിക്കും പറഞ്ഞാൽ ഹ്യൂമാനിറ്റി അഗേൻസ്റ്റ് ക്രൈസ്റ്റ്, അതായത് ഈ വഴിതിരിഞ്ഞു പോയ പാപത്തിൽ നിറഞ്ഞ ബാബിലോണിയ ഹ്യൂമാനിറ്റിയും ഉയരത്തിൽ നിറങ്ങി വരുന്ന നീതിയുടെ റിഫ്ലക്ഷനായ യേശു ക്രിസ്തുവിന് അനുരൂപമായി പണിയപ്പെടുന്ന ആ ഹ്യൂമാനിറ്റി തമ്മിലുള്ള കോൺഫ്ലിക്റ്റിലേക്കാണ് നമ്മുടെ ഈ പാവം പിള്ളേർ ഒന്നും അറിയാതെ ചെന്ന് ചാടുന്നത്. ആ വലിയ യുദ്ധത്തിൽ നമ്മൾ നിൽക്കണമെങ്കിൽ ഉപദേശ രൂപം, ദ സൗണ്ട് ഡോക്ട്രിൻ എന്താണെന്ന് മനസ്സിലാക്കിയപ്പെടുന്നു. ഡോക്ട്രിൻ ഈസ് ഇമ്പോർട്ടന്റ്. കാരണം നമുക്കൊരു വാക്കുകൾ വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. റോമാലേഖനം 6:17-18. നിങ്ങൾ പാപത്തിന്റെ അടിമകളായിരുന്നുവെങ്കിലും we were once slaves to sin. ഇതാണ് എഫെസ്യർ 2 കാണുന്നത്. ആ പാപത്തിന്റെ അടിമകളായിരുന്നപ്പോൾ നമ്മൾ പ്ലഷർ അന്വേഷിച്ച് നടന്നു, അല്ലെ? അതുപോലെ ഈ ലോകത്തിന്റെ പ്രഭുവിനനുസരിച്ച് നടന്നു. എന്നാൽ ഇപ്പൊ എങ്ങനെ സംഭവിച്ചെങ്കിൽ, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം, the form of doctrine that you obeyed, which we gave to you, ആ ഉപദേശ രൂപമാണ് നമ്മുടെ സത്യത്തിന് വേണ്ടി നിൽക്കാനും പോരാടാനും ഈ പാപത്തെ ജയിക്കാനും നീതിയുടെ ദാസന്മാരായി മാറുവാനും നമ്മെ സഹായിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുണ്ട്, കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? എനി ക്വസ്റ്റ്യൻ ദാറ്റ് യു വുഡ് ലൈക്ക് ടു ആസ്ക്? എനി കൺസേൺ? ഇന്നലെ പറഞ്ഞതിനും ഇന്ന് പറഞ്ഞതിനും നിങ്ങളിതൊന്നും എല്ലാം സംശയമില്ലാതെ വിശ്വസിച്ചു ഞാൻ വിചാരിക്കുന്നു. ആർക്കൊന്നും ചോദിക്കാനില്ല? ഇനി ഹാൻഡ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ രസത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ അവസാനിക്കും. ഹൗ ടു ഓവർകം ദ പ്ലഷർ. ഈ പ്ലഷർ ഓവർകം ചെയ്യാൻ വേണ്ടി കർത്താവ് ഒരു വഴി വെച്ചത്. ആ വഴി നമ്മൾ കാണുന്ന 2 പത്രോസിന്റെ ലേഖനത്തിലാണ്. എങ്ങനെയാണ് നമ്മൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ട് ഓടി ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായിരുന്നത്. Tomorrow we will be looking at the Christian worldview, what we should believe. Okay. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ട് ഒഴിയുന്നത്? നമുക്ക് ആ 2 പത്രോസിന്റെ ലേഖനത്തിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. ഓക്കെ, 1 second.
ആരെങ്കിലും വായിക്കാം ഇംഗ്ലീഷില്? His divine power has given us everything we need for life and godliness, through our knowledge of Him who called us by His own glory and goodness. Okay. Any other translation? That's KJV? No, it's NIV. From any other translation? As His divine power has given to us all things that pertain to life and godliness, through the knowledge of Him who called us by glory and virtue. That's King James, right? Yeah. Okay. I will read from English Standard Version. കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. അതിന്റെ പ്രിപ്പോസിഷനുള്ള ഒരു വ്യത്യാസമാണ് ഇതിന്റെ അർത്ഥത്തിന് ഒരു വലിയ വ്യത്യാസം വന്നിരുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചു. His divine power has granted to us all things that pertain to life and godliness, through the knowledge of Him who called us by nalla to His own glory and excellence. ഏതാണ് കൂടുതൽ അർത്ഥം സെൻസ് തോന്നുന്നു? നമ്മളെ ദൈവം വിളിച്ചപ്പോൾ എങ്ങോട്ട് വിളിച്ചു? ടു ഹിസ് ഗ്ലോറി ആൻഡ് എക്സലൻസ്. അപ്പൊ ദൈവം നമ്മളെ എങ്ങോട്ട് വിളിച്ചേക്കുന്നത്? ടു ഹിസ് ഗ്ലോറി ആൻഡ് എക്സലൻസ്. അപ്പൊ അങ്ങനെ ഒരു വിളി നമുക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വിളി അനുസരിക്കാൻ വേണ്ടതെല്ലാം ആര് തരണം? കർത്താവ് തരണം. അതെങ്ങനെ തരണം? അവന്റെ ആത്മാവിനാൽ തരണം, അവന്റെ പരിജ്ഞാനത്താൽ തരണം. ശരിയല്ലേ? പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട്സ് ദ മീനിങ് ഓഫ് വിസ്ഡം? ഇറ്റ്സ് ഡിവൈൻ പവർ ഹാസ് ഗ്രാൻഡഡ് ടു us all things that pertain to life and godliness through the knowledge of Him. അവിടെ പരിജ്ഞാനത്തിലാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദിസ് പരിജ്ഞാനം? പരിജ്ഞാനം എന്ന് പറയുന്നതാണ് ഈ വാട്ട് വുഡ് ജീസസ് ഡു എന്ന് ഞാൻ ഇത്തിരി പറഞ്ഞ നീതി. അതാണ് പരിജ്ഞാനം. എന്റെ സ്ഥാനത്തെ ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആ പരിജ്ഞാനത്തിലാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. കാരണം എന്താ? നമ്മൾ വിളിച്ചേക്കുന്നത് എങ്ങോട്ടാ? ടു ഹിസ് ഗ്ലോറി ആൻഡ് ടു ഹിസ് എക്സലൻസ്. അപ്പൊ അങ്ങോട്ട് നമ്മളെ വിളിച്ചിട്ട് കർത്താവ് പറയാണ്, നിനക്ക് ജീവിക്കാനും ഭക്തിയോടെ ജീവിക്കാനുള്ള എല്ലാം ഞാൻ തന്നേക്കാം. ആരെ പോലെ ആകണം? ക്രിസ്തുവിനെ പോലെ ആകണം. അപ്പൊ അതെന്താണ് ഇത്? എവ്രിതിങ് that we need for life and godliness. എന്തോ സാധനം? അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ ആവശ്യമായ റിസോഴ്സസ്. ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? ക്രിസ്തുവിന്റെ സ്വഭാവത്തിലെ ആത്മാവിന്റെ ഫലങ്ങളാണ് വേണ്ടതല്ലേ? ഇപ്പൊ എനിക്കൊരു ശത്രുവിനെ കാണുമ്പോൾ സ്നേഹം വരണം. അപ്പൊ ആത്മാവിന്റെ ഫലം ഉണ്ടാകണ്ടേ? അല്ലാതെ നമുക്കത് ഉണ്ടാവില്ല. അപ്പൊ എന്താ ദൈവം തരുന്നത്? ഈ ആത്മാവിലൂടെ യേശുവിന്റെ ഗുണങ്ങളാണ് നമുക്ക് തരുന്നത്. ആട്രിബ്യൂട്ട്സ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ സമ്പൂർണ്ണത ക്രിസ്തുവിൽ വസിക്കുന്നത് കൊണ്ട്. അപ്പൊ ഞാൻ പറയും, എനിക്ക് അവനോട് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ബ്രദറെ. പറ്റും. കാരണം എന്താ? ക്രിസ്തുവിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും. കാരണം അതേ ധനമാണ് നിങ്ങൾക്കും തന്നിരിക്കുന്നത്. തന്നെയുമല്ല, ജീവിക്കുന്നത് നിങ്ങളല്ല, ക്രിസ്തുവാണ്. ഇപ്പൊ നിങ്ങളൊരു വലിയ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന വെച്ചോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ IAS പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ എക്സാം. ഓക്കെ, എഴുതാൻ പോവാണ്. അപ്പോ അടുത്ത വർഷം എക്സാം ആണ്. എനിക്കാണ് ഒരു റിസോഴ്സ് പോലും കിട്ടിയിട്ടില്ല, പുസ്തകം എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് കൂടുതലാണോ കുറവാണോ? കുറവാണ്. എനിക്ക് എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, നല്ല ഓർമ്മയുണ്ട്, എനിക്ക് നല്ലപോലെ ചില മോക്ക് ടെസ്റ്റുകളിലൊക്കെ ഞാൻ നല്ല സ്കോറിംഗ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ക്രിസ്തുവിന്റെ അങ്ങോട്ടുള്ള നടപ്പിനകത്ത് നമുക്ക് കർത്താവ് കൃത്യം സപ്ലൈ തരുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് എന്തായിരിക്കും? വർദ്ധിച്ചു വരും, അല്ലെ? അപ്പൊ കർത്താവ് ജീവിച്ച പോലെ ജീവിക്കാൻ വേണ്ട ലൈഫിന്റെ റിസോഴ്സസ് അല്ലെങ്കിൽ ഗോഡ്ലിനെസ്സിന് വേണ്ട റിസോഴ്സ് എല്ലാം കർത്താവ് കൃത്യം തരുന്നുണ്ട്. ഭാര്യ ഭർത്താവ് വഴക്കുണ്ടാക്കുമ്പോൾ ഭാര്യയോട് ക്ഷമിക്കാൻ, അല്ലെ ഭർത്താവിനോട് ക്ഷമിക്കാൻ എന്നത് കർത്താവ് കൃത്യമായിട്ട് തരുന്നുണ്ട്. അത് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു, പക്ഷെ ദൈവം തരുന്നുണ്ട്. നമ്മളൊരു ശത്രുവിനെ കാണുമ്പോൾ, ശത്രുവിനെ നേരിടുമ്പോൾ യേശുക്രിസ്തു എങ്ങനെയായിരിക്കുമായിരുന്നോ അങ്ങനെ ആ ശത്രുവിനെ കാണുവാനുള്ള റിസോഴ്സ്, ആ ലവ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലേക്ക് തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തരുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയോ കുറയുമോ? വർദ്ധിക്കും. ശരിയാണോ? അപ്പൊ ഈ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കി. ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗ്രാൻഡഡ് ടു us all things that pertain to life and godliness through the knowledge of Him who has called us to His own glory and excellence. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, by which He has granted to us His precious and very great promises. അപ്പൊ നമ്മുടെ മുമ്പിലെ വലിയ ഒരു
ആനന്ദം കർത്താവ് വെച്ചിട്ടുണ്ട്. ഭയങ്കരമായൊരു പ്രോമിസ്. അപ്പൊ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ഈ ലോകത്തിന്റെ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തൊടരുത്, പിടിക്കരുത്, കാണരുത്, നോക്കരുത്, ഇങ്ങനെയുള്ള പ്രമാണങ്ങളാണ് വെച്ചിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇവിടെ പറയുന്ന അങ്ങനെയല്ല. അതുകൊണ്ട് ഈ രസത്തെ അതിജീവിക്കാൻ പറ്റില്ല. രസത്തെ അതിജീവിക്കണമെങ്കിൽ ആ രസത്തെ തോപ്പിക്കുന്നത്ര ആനന്ദം എന്റെ ഹൃദയത്തിനകത്ത് വേണം. മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? ഈ ആനന്ദത്തിന്റെ സപ്ലൈ എനിക്കില്ലാതെ എനിക്ക് പ്ലഷർ കോഷ്യന്റിനെ അതിജീവിക്കാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ ആനന്ദമില്ലാതെ ഒരുത്തോണ്ട് നോക്കരുതാ, പിടിക്കരുതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവന്റെ ജഡം അത് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെയാണോ? ഞാനൊരു കാര്യം പറയാം, രണ്ട് കഥ പറയാം. ഓക്കെ, ഒന്നാമത്തെ കഥ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാണ്. അത് സംഭവിക്കുന്നത് 2000 ആണ്ടിലോ മറ്റോ ആണ് എന്റെ ഓർമ്മ. അല്ല, 1997 98 പിന്നെ സ്നാനപ്പെട്ടത് 96 അപ്പൊ എനിക്ക് വിശുദ്ധ ജീവൻ നയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സ്നാനപ്പെടുമ്പോൾ അങ്ങനെയാണല്ലോ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അന്ന് എനിക്ക് വിശുദ്ധിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ എറാറ്റിക് ആയിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം തീരുമാനമെടുത്തു, ഇന്ന് ഞാൻ TV കാണുന്നില്ല. തീരുമാനമെടുത്തത് രാത്രിയാണ് തീരുമാനമെടുക്കുന്നത്. 97 സംഭവം. അപ്പൊ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് താമസിച്ചപ്പോൾ ഒരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിന്റെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് TV കാണാം. TV ഓണിരിപ്പുണ്ട്. പക്ഷെ ഞാനത് കാണുന്നില്ല. തീരുമാനിച്ചു കട്ടിലിട്ടിരിക്കുകയാണ്, ഡോറല്ല. തീരുമാനമെടുത്ത് പിറ്റേ ദിവസം രാവിലെയാണ് മദർ തെരേസ മരിക്കുന്നത്. അന്ന് രാത്രി മറ്റോ വന്നു. മദർ തെരേസ ഡയാന രാജകുമാരി ഒരാഴ്ച വിട്ട് മരിച്ചു അറിയാം. അപ്പൊ എനിക്കിത് കണ്ടേ പറ്റൂ. തീരുമാനം എടുത്ത് പോയി. പക്ഷെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ എന്നെ നോക്കിയപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന ഈ കർട്ടൻ മാറ്റി സൂത്രത്തിൽ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനെ ഇങ്ങനെ ജയിക്കാൻ പറ്റില്ല. കാരണം ഇതിനേക്കാൾ വലിയൊരു ആനന്ദം ഉണ്ടെങ്കിലേ എനിക്ക് അങ്ങോട്ട് നോക്കാതിരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? നോക്കിയ പാവാന്നല്ല ഞാൻ പറയുന്നത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പാപത്തെ ജയിക്കണമെങ്കിൽ പാപം തരുന്ന പ്രഷറിനേക്കാളും അതിജീവിക്കുന്ന ഒരു ആനന്ദം കർത്താവിന്റെ പ്രസൻസിൽ എനിക്ക് ഉണ്ടാവണം. അതില്ലാതെ നമുക്ക് ഇതിനെ ജയിക്കാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഉണ്ണിക്കുട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ണിക്കുട്ടൻ കേട്ടോ? ടോംസിന്റെ കോമിക്സ്, ബോബനുമോളുടെ കൂടെ ഒരു ഉണ്ണിക്കുട്ടൻ ഭയങ്കര വികൃതിയായ ഒരു പയ്യനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥയത്. ഒരു ദിവസം രാവിലെ ഉണ്ണിക്കുട്ടന്റെ അപ്പനും അമ്മയും പറഞ്ഞു, ഒരു പാക്കറ്റ് ലഡു അവരോട് കൊണ്ടുവച്ചു. എന്ന് പറഞ്ഞു, മോനെ നിനക്ക് ലഡു ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ വൈകിട്ട് ഗസ്റ്റുകൾ വരും, അവർക്ക് കൊടുക്കാനുള്ളതാണ്. അത് കഴിയുമ്പോൾ അവർ ഓരോന്ന് എടുക്കുള്ളൂ, പിന്നെ നിനക്ക് എത്ര വേണ്ടി കഴിക്കാം, നീ ഇത് തൊട്ട് പോയേക്കരുത് എന്ന് പറഞ്ഞ് അവരെ ഇവിടെ അലമാരിലെ ലഡു കൊണ്ടുവച്ചു. അവർ ഓഫീസിലോട്ട് പോയി. ഇവൻ ഒറ്റയ്ക്ക് വീട്ടിരിക്കുകയാണ്. വൈകിട്ട് വന്നു, ലഡു എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഒരു ലഡു പോലും എടുത്തിട്ടില്ല. ഇതെല്ലാം അതിഥികൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അവര് കഴിച്ചോണ്ടിരുന്നപ്പോ ഈ അപ്പൻ ചോദിച്ചു, നിനക്ക് ലഡു ഇത്രയും ഇഷ്ടമായിട്ടു നീ എങ്ങനെയാണ് പിടിച്ചിരുന്നത്? കൺഗ്രാജുലേഷൻസ്, നീ ഇത്ര മിടുക്കനാ ഞാൻ വിചാരിച്ചില്ല. നിനക്ക് ബാക്കിയുള്ള ലഡു മുഴുവൻ നിന്നു. നീ എങ്ങനെ ഇതിനെ ജയിച്ചെന്ന് ചോദിച്ചു. പാപത്ത് ജയിച്ച. അവൻ പറഞ്ഞു, പപ്പ പോയ ഉടനെ എനിക്ക് ലഡുവിന്റെ ഓർമ്മ വന്നു. ഞാൻ ലഡുവിന്റെ അടുത്തോടെ ഇങ്ങനെ നടന്നു, തുറന്നു നോക്കി. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അടച്ചു വെച്ചിട്ട് ഞാൻ പോയിരുന്നു. കുറച്ചേരം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും വന്നിട്ട് ഞാൻ ആ ലഡു എടുത്ത് ഒന്ന് ഫുള്ള് നക്കി വെച്ചു. അങ്ങനെ വൈകുന്നേരം വരെ അവന് കൊതി വരുമ്പോഴെല്ലാം അവൻ എടുത്ത് നക്കി വെക്കും. ഇത് കേട്ടോണ്ടിരുന്ന അവരെ നമ്മള് ഒരു അരുതെന്നുള്ള പ്രമാണം അനുസരിക്കുമ്പോൾ അതിനേക്കാൾ ശക്തിയിൽ ഈ പ്ലഷർ ടു എൻജോയ് കിടക്കുന്നുണ്ട്. നമുക്ക് അരുതുകളോട് ഒന്നും നോ പറയാൻ പറ്റത്തില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി വീഴും, പക്ഷെ വീണതായിട്ട് ആരും അറിയില്ല. കണ്ട ലഡുവിനെല്ലാം ആരോഗ്യമുണ്ട്. അതിനകത്തൊരു പരിപ്പ് പോലും അടർന്ന് ഭൂമി അല്ലേ ഒരു അടർന്നു പോയില്ല. പക്ഷെ നമ്മുടെ അകം പോകാം. ഈ പാപത്തെ ജയിക്കണമെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റുള്ള എന്തെങ്കിലും അവനവിടെ കിട്ടണം. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇതാണ് കർത്താവ് നമ്മളെ ജയിപ്പിക്കാൻ വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ. അവിടെ പറയുന്നുണ്ട്, തൊടരുത്, പിടിക്കുന്നുള്ള നിയമങ്ങളല്ല ഈ വകയൊക്കെയും ആർക്കുള്ളതാണ്? താഴ്മയിൽ രസിക്കുന്നവർക്ക്. ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്. താഴ്മയിലും ശരീരത്തിന്റെ ഉപദേശത്തിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്. അതുകൊണ്ട് ജഡാഭിലാഷത്തെ അടക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്ത് പ്രൊഹിബിറ്റ് ചെയ്താലും അതുകൊണ്ട് ജഡാഭിലാഷം അടക്കാൻ സാധിക്കില്ല. എന്നാൽ
അടുത്ത വാക്യം പറയാണ് അതുകൊണ്ട്. അങ്ങനെ ജലാബിലാ കിടക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. കൊളോസ്യർ 2 അവസാനത്തെ 2 വാക്യവും 3-ാം വാക്യോടെ കണക്ട് ചെയ്ത് ഞാൻ വായിക്കുന്നത്. വായിച്ചെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അപ്പൊ ഈ ജഡത്തെ അതിജീവിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്, പ്രഷറിനെ അതിജീവിക്കാനുള്ള വഴി എന്ന് പറയുന്നത്, യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരങ്ങളിലുള്ളത് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദമാണ്. The joy can push the pleasure principle away. വേറെ ഒരു തരത്തിലും ഇപ്പൊ കർത്താവിന്റെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദം ലഭിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയിലൂടെ നിങ്ങൾ കർത്താവിനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കത്തില്ല. കാരണം ദിസ് ജോയ് ക്യാൻ സർപാസ് എവറിത്തിങ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് ക്യാൻ കോംപ്രിഹെൻഡ്. അപ്പൊ ശരിക്കും രക്ഷയിൽ നിന്ന് വരുന്ന ആനന്ദം, പാപത്തിന്റെ ശക്തി എന്ന് പറയുന്ന പ്ലഷർ ആണെങ്കിൽ രക്ഷയുടെ ആ പവർ ഇരിക്കുന്ന അതിന്റെ ആനന്ദത്തിലാണ്. If you are enjoying the Lord, if you are joyful in the presence of the Lord, ആ ജോയ് ആണ് നമ്മളെ ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. We will see again tomorrow.